ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. എല്ലാ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്കും ആത്മീയ അഭിവൃദ്ധിയും ആത്മീയ സന്തോഷവും ആത്മീയ ഐശ്വര്യവും നിറഞ്ഞ ഒരു പുതുവത്സരം 2024 ഞാൻ ആശംസിക്കുന്നു. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നമ്മെ കരുണയോടെ കാത്ത ദൈവത്തിന് നമ്മുടെ ഹൃദയാന്തർഭാഗത്ത് നിന്ന് നന്ദി കരയറ്റാം. അതോടൊപ്പം ആണ്ടുകൾ കഴിയും മുമ്പേ ഇതിൻ്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ, ആണ്ടുകൾ കഴിയും മുമ്പേ അതിനെ വെളിപ്പെടുത്തണമേ എന്ന് ഹബക്കുക്കിനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മോശയോട് ചേർന്ന് ഞങ്ങൾ ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ എന്നും ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ, അതേ ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം. അനാദിയായും ശാശ്വതമായും ദൈവമായിരിക്കുന്ന കർത്താവ് സംവത്സരത്തെ നന്മ കൊണ്ട് അലങ്കരിക്കുമല്ലോ. ഈ സന്ദേശം ശ്രവിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വർഷത്തെ സന്ദേശം ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. 3-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ആദ്യം വായിച്ച് കേൾക്കാം. ആ ഭാഗത്തു നിന്നാണ് പുതുവത്സര ചിന്ത ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വർഷം നൽകിയിരിക്കുന്നത്. എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, എൻ്റെ കർത്താവായ ക്രിസ്തു യേശുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിങ്കലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്നും വെച്ച് ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്ന് എണ്ണുന്നു. ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേയുള്ളൂ. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. ഈ വായിച്ചു കേട്ട വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. അതിൽ 14-ാം വാക്യത്തിൽ ഒന്ന് ഞാൻ ചെയ്യുന്നു, ഇംഗ്ലീഷിലാണെങ്കിൽ ദിസ് വൺ തിങ് ഐ ഡു എന്നുള്ളതാണ് ഈ വർഷത്തെ സന്ദേശം. ഇംഗ്ലീഷ് ബൈബിളിൽ 13-ാം വാക്യത്തിലാണത് കിടക്കുന്നത്. മലയാളം ബൈബിളിൽ 14-ാം വാക്യത്തിലാണ് ഒന്ന് ഞാൻ ചെയ്യുന്നു. ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇത് പറഞ്ഞ അപ്പോസ്തലനായ പൗലോസിനെയും ഈ വാക്യത്തിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ട സന്ദേശത്തെയും പരിശോധിക്കാം. അപ്പോസ്തലനായ പൗലോസിനെ നോക്കാം എന്ന് പറഞ്ഞപ്പോൾ ചില ആളുകൾ പെട്ടെന്ന് ചിന്തിച്ച് കാണും, യേശുവിനെ അല്ലേ നോക്കേണ്ടത്, എന്തിനാണ് പൗലോസിനെ നോക്കുന്നത്? അതിനൊരു ന്യായമുണ്ട്. അപ്പോസ്തലനായ പൗലോസ് പല വട്ടം തൻ്റെ ലേഖനങ്ങളിലൊക്കെ പറയുന്നുണ്ട്, ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികൾ ആകുവീൻ. ഞാൻ 1-2 വാക്യങ്ങൾ വായിപ്പിച്ചോട്ടെ. 1 കൊരിന്ത്യ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ നാം കാണുന്നത്, ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികൾ ആകുവീൻ എന്നാണ്. ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികളാകുവിൻ. നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിലാണല്ലോ. അവിടുത്തെ 17-ാം വാക്യം നോക്കിയാട്ടെ. നമ്മൾ 14 വരെ വായിച്ചുള്ളായിരുന്നു. 17-ാം വാക്യത്തിൽ സഹോദരന്മാരെ നിങ്ങളെല്ലാവരും എന്നെ അനുകരിപ്പീൻ. സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും എന്നെ അനുകരിപ്പീൻ, ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെയും കുറിക്കൊള്ളുവിൻ. അതോടൊപ്പം 1 തെസ്സലോനിക്ക ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം വായിക്കുകയാണെങ്കിൽ തെസ്സലോനിക്കരെ കുറിച്ച് പറയുന്നത്, നിങ്ങൾ ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു എന്നാണ്. കണ്ടോ, ഞങ്ങൾക്കും കർത്താവിനും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പൗലോസിനെ പരിശോധിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടും ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. കണ്ടോ, ഞങ്ങൾക്കും കർത്താവിനും. കർത്താവിനെ അനുകരിക്കുന്നത് പോലെ കർത്താവിനെ യഥാർത്ഥമായിട്ട് അനുഗമിക്കുന്ന ആളുകളെയും നമുക്ക് അനുകരിക്കാം. അനുകരിക്കുക എന്നുള്ള വാക്കിൻ്റെ അർത്ഥവും ഗ്രഹിക്കണം. ഈ ഭാഗത്തെല്ലാം ഇംഗ്ലീഷ് ബൈബിളിൽ നിങ്ങൾ നോക്കിയാൽ ഫോളോവേഴ്സ് ഓഫ് മീ, എന്നെ അനുഗമിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നെ അനുകരിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ അനുകരിക്കാനല്ല, അനുഗമിക്കുക എന്നാണ് അർത്ഥം. അപ്പം പൗലോസ് യേശുവിനെ അനുഗമിച്ചതുപോലെ
പൗലോസ് എങ്ങനെയാണ് യേശുവിനെ അനുഗമിച്ചത് അതേ തരത്തിൽ നമുക്കും അവനെ അനുഗമിക്കുന്നതിനായിട്ട് തീരുമാനിക്കാം. നമുക്ക് കുറിവാക്യത്തിലേക്ക് വരാം. ഒന്ന് ഞാൻ ചെയ്യുന്നു എന്നാണല്ലോ പറഞ്ഞത്. നമ്മൾ അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവചരിത്രം, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതികൾ, നേട്ടങ്ങൾ ഒക്കെ ഒന്ന് വിലയിരുത്തുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും നിങ്ങൾ എന്നോട് അല്ലെങ്കിൽ ഈ പറഞ്ഞ വാക്യത്തോട് പലരും വിയോജിക്കും. കാരണം അപ്പോസ്തലൻ ഒന്ന് മാത്രമേ ചെയ്തിരുന്നുള്ളൂ, അല്ല, 1000 കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ തന്നെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. ഹി വാസ് എ ബിസി ഇവാഞ്ചലിസ്റ്റ്. വളരെ തിരക്കുള്ള ഒരു സുവിശേഷകനായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിലാണ് അദ്ദേഹം മാനസാന്തരപ്പെടുന്നത്. 9-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, മാനസാന്തരം കഴിഞ്ഞ ഉടനെ അവൻ ദമസ്കോസിലുള്ള ശിഷ്യന്മാരെ കൂട്ടി കുറേ നാൾ അവിടെ പാർത്തു. യേശു തന്നെ ദൈവപുത്രൻ എന്ന് പള്ളികളിൽ പ്രസംഗിച്ചു. പിന്നീട് 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 13-ാം അധ്യായത്തിൽ തന്നെ സുവിശേഷ വേലയ്ക്കായിട്ട് അവിടെ നടന്ന ആരാധനാ യോഗത്തിൽ വെച്ച് നിയോഗിച്ച് അയച്ചതിന് ശേഷം എത്രയോ സ്ഥലങ്ങളിൽ 3 മിഷണറി യാത്രകൾ നടത്തുന്നുണ്ട്. സലാമീസിൽ ചെന്ന് യഹൂദന്മാരുടെ പള്ളിയിൽ ദൈവവചനം അറിയിച്ചു. അന്ത്യോക്യയിൽ പ്രസംഗിച്ചു. പിന്നെ പട്ടണം മുഴുവൻ പല സന്ദർഭങ്ങളിൽ അവനെ കേൾക്കാനായിട്ട് വന്നു. ഇക്കോന്യയിൽ, ലുസ്ത്രയിൽ, യൂറോപ്പിൽ ആണെങ്കിൽ ഫിലിപ്പിയയിൽ, തെസലോനിക്കയിൽ, കൊരിന്തിൽ, അറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ മിഷണറി യാത്ര നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ. നിരന്തരം സുവിശേഷത്തിന് വേണ്ടി ഓടി നടന്ന ആളാണ്. തെരുക്കളിൽ, ചന്തസ്ഥലത്ത്, പള്ളികളിൽ ഒക്കെ അദ്ദേഹം പ്രസംഗിച്ചു. തുറന്നോസിൻ്റെ പാഠശാല വാടകയ്ക്കെടുത്ത് അപ്പോസ്തല 19 അധ്യായത്തിലുണ്ടല്ലോ, അവിടെ 2 സംവത്സരം താമസിച്ച് സുവിശേഷം അറിയിച്ചു. അപ്പോസ്തല പ്രവൃത്തി അവസാനിക്കുന്നത് താൻ കൂലിക്കെടുത്ത വാടക വീട്ടിൽ താമസിച്ചുകൊണ്ട് സുവിശേഷം അറിയിച്ചതിനെക്കുറിച്ചാണ്. സോ അദ്ദേഹം ഒരു സുവിശേഷകനായിരുന്നു. അതോടൊപ്പം തന്നെ ഹി വാസ് എ ചർച്ച് പ്ലാന്റർ. കാരണം സുവിശേഷം പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? സഭകൾ സ്ഥാപിക്കേണ്ടതായിട്ട് വരും. അദ്ദേഹം ധാരാളം സഭകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കൊരിന്തുകാരോടൊക്കെ പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് ഒരുപാട് ഗുരുക്കന്മാരുണ്ടാകാം, എന്നാൽ ഞാനാണ് നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചത്, ഒരു പിതൃതുല്യനാണ്. അങ്ങനെ ഒരുപാട് സഭകൾക്ക് ജന്മം നൽകുവാൻ തക്കവണ്ണം കർത്താവ് കരങ്ങളിലെടുത്ത ഒരു ഉപകരണമാണ് അപ്പോസ്തലനായ പൗലോസ്. അപ്പോൾ സുവിശേഷം പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം സഭകൾ സ്ഥാപിച്ചു. സഭകൾ സ്ഥാപിക്കുക മാത്രമല്ല, ഹി വാസ് എ പാസ്റ്റർ, ഒരു നല്ല സഭാ ശുശ്രൂഷകനായിട്ട് അദ്ദേഹം വേല ചെയ്തു. നല്ലൊരു അധ്യാപകനായിരുന്നു, ഉപദേഷ്ടാവായിരുന്നു. ശരിയായിട്ടുള്ള ഉപദേശം അദ്ദേഹം പഠിപ്പിച്ചു. പ്രത്യേകിച്ച് അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ യെരുശലേം കൗൺസിൽ വിളിച്ച് ചേർത്ത് ദുരുപദേശങ്ങളുടെ ആരംഭം മുളയിലെ നുള്ളുന്നതിനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ച ആളാണ്. ക്രിസ്തീയ വിശ്വാസം യഹൂദ മതത്തിൻ്റെ ഒരു മതഭേദമല്ല എന്ന് സ്ഥാപിച്ചത് അപ്പോസ്തലനാണ്. ഓർക്കുന്നുണ്ടല്ലോ ഇതൊക്കെ. അദ്ദേഹം ഇത് മാത്രമല്ല, ഹി വാസ് എ മെൻറ്റർ, ഒരു നല്ല മാർഗദർശിയായിരുന്നു. വഴിതെറ്റിക്കാത്ത ഒരു ഉപദേശകൻ, ഒരു നല്ല വഴികാട്ടിയായിരുന്നു അദ്ദേഹം. തിമത്തിയോസ്, തീത്തോസ്, ഫിലമോൻ, എത്രയോ പേരുടെ പേര് നമുക്ക് ഓർക്കാൻ കാണും. അവരെയൊക്കെ വാർത്തെടുക്കുന്നതിൽ അവർക്കെല്ലാം ആവശ്യമായ മെൻറ്ററിങ് ശുശ്രൂഷ നൽകിയത് അപ്പോസ്തലനായ പൗലോസാണ്. ഹി വാസ് എ ഫ്രണ്ട് മേക്കർ. അനേകം സ്നേഹിതന്മാരെ, സുവിശേഷം അറിയിക്കുന്ന കൂട്ടത്തിൽ സ്നേഹിതന്മാരെ ഉണ്ടാക്കിയിട്ട് അവർ വഴിയാണ് സുവിശേഷം അദ്ദേഹം അറിയിച്ചിരുന്നത്. ഈ ലേഖനങ്ങൾ വായിക്കുകയാണെങ്കിൽ 100 കണക്കിന് ആളുകളുടെ പേരുകൾ അതിനകത്ത് എഴുതിയിട്ടിട്ടുണ്ട്. അവരെ ഓർക്കുന്നു, വന്ദനം ചെയ്യുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവർ ചെയ്ത കാര്യങ്ങൾ പറയുന്നു. അപ്പം അദ്ദേഹം ഒരു കാര്യമല്ല ചെയ്തതെന്ന് ഇതിന്നെല്ലാം മനസ്സിലാകുന്നില്ലേ? ഞാൻ പറഞ്ഞത് സുവിശേഷകനായിരുന്നു, സഭാസ്ഥാപകനായിരുന്നു, അദ്ദേഹം സഭാ ശുശ്രൂഷകനായിരുന്നു, അധ്യാപകനായിരുന്നു, അദ്ദേഹം ഒരു വഴിതെറ്റിക്കാത്ത ഉപദേശകനും വഴികാട്ടിയുമായിരുന്നു, അദ്ദേഹം ഒരു ഫ്രണ്ട് മേക്കറായിരുന്നു. വീണ്ടും അദ്ദേഹം ഒരു എഴുത്തുകാരനായിരുന്നു. എത്രയോ ലേഖനങ്ങൾ, വേദപുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ ലേഖനങ്ങൾ അല്ലെങ്കിൽ പുസ്തകങ്ങൾ, 14 പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നത്. 9 ലേഖനങ്ങൾ 7 സഭകൾക്ക്, 4 ലേഖനങ്ങൾ മൂപ്പന്മാർക്ക്. എബ്രായ ലേഖനം അല്പം വിവാദം ഉണ്ടെങ്കിൽ അതും അദ്ദേഹത്തിൻ്റെ. 14 പുസ്തകങ്ങൾ ഈ വേദപുസ്തകത്തിൽ എഴുതിയ അപ്പോസ്തലനായ പൗലോസ് ഒരു എഴുത്തുകാരനായിരുന്നു. അദ്ദേഹം വീണ്ടും ഒരു പ്രശ്നപരിഹാരകനായിരുന്നു. നോട്ട് എ പ്രോബ്ലം ക്രിയേറ്റർ, പ്രശ്നം സൃഷ്ടിക്കുന്നവനല്ല. ഇന്ന് അനേക ആളുകൾ സഭയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവരായിട്ടിരിക്കുമ്പോൾ അദ്ദേഹം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവനായിരുന്നു. പ്രത്യേകിച്ച് കൊരിന്ത് സഭ നോക്കുക, പല സഭകളിലും ഉണ്ടായ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ട്. കൊരിന്തിലുണ്ടായ വിഭാഗീയത ഒക്കെ പരിഹരിക്കാൻ മുൻകൈ എടുത്ത ആളാണ്. വീണ്ടും ഒരു സോഷ്യൽ വർക്കർ എന്ന് വേണമെങ്കിൽ പറയാം. പല സന്ദർഭങ്ങളിലും ബുദ്ധിമുട്ടിലിരിക്കുന്നവർക്ക് വേണ്ടി ധനശേഖരണം നടത്തിയിട്ട് വിശുദ്ധന്മാരുടെ കുറവുകൾ തീർക്കുന്നതിന്, ഭൗതിക കുറവുകൾ തീർക്കുന്നതിനായിട്ട് ധനശേഖരം നടത്തുകയും അങ്ങനെ കൊടുക്കണം എന്ന് പഠിപ്പിക്കുകയും ചെയ്ത ആളാണ്. ഒരു സെക്കൻഡ് ലൈൻ ഓഫ് ലീഡേഴ്സിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്ന ആളാണ്. തൻ്റെ ശേഷം പിന്നീടൊരു നിരക്കാർ നേതൃനിരയിലേക്ക് വരണം
തിമോത്തിയോസിനൊക്കെ എഴുതുമ്പോൾ പറയുന്നുണ്ട്, നീ പല സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ ഫലമേൽപ്പിക്കുക. ഇനിയും ഇന്ന് നടക്കുന്ന ശുശ്രൂഷകളുള്ള ബന്ധത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ അത്ഭുത പ്രവർത്തകനായിരുന്നു, പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു, പ്രസംഗകനായിരുന്നു, അപ്പോസ്തോലനായിരുന്നു, എങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ. പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങളുടെ മനസ്സിലേക്ക് വന്നോ? പൗലോസ് ആരായിരുന്നു? സുവിശേഷകൻ, സഭാ സ്ഥാപകൻ, സഭാ ശുശ്രൂഷകൻ, അധ്യാപകൻ, എഴുത്തുകാരൻ, വഴിതെറ്റിക്കാത്ത മാർഗദർശി, സ്നേഹിതന്മാരെ ഉണ്ടാക്കുന്നവൻ, പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവൻ, സാമൂഹ്യ പ്രവർത്തകം അല്ലെങ്കിൽ ദരിദ്രന്മാരെ കൈപിടിച്ച് ഉയർത്തുന്നവൻ, ഒരു രണ്ടാം നിര നേതാക്കന്മാരെ വാർത്തെടുക്കുന്നവൻ, അത്ഭുത പ്രവർത്തകൻ, പ്രാർത്ഥനാ വീരൻ, പ്രഭാഷകൻ, അപ്പോസ്തോലൻ, ഇങ്ങനെയൊക്കെ. പക്ഷേ എന്നിട്ട് ഈ മനുഷ്യനാണ് പറയുന്നത്, ഒന്ന് ഞാൻ ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ ചെയ്ത ആള് ഒന്ന് ഞാൻ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. എനിക്ക് അപ്പോസ്തലനായ പൗലോസിൻ്റെ ആ സുവിശേഷ പ്രവർത്തനത്തെയും ദൗത്യത്തെയും കുറിച്ച് 1-2 വാക്യങ്ങൾ കൂടി വായിപ്പിക്കാനുണ്ട്. എന്തുമാത്രം വ്യാപ്തിയിൽ അദ്ദേഹം പ്രവർത്തിച്ചു എന്നുള്ളത് അറിയാനായിട്ട്. റോമാലേഖനം 15-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം വായിക്കുകയാണെങ്കിൽ, അങ്ങനെ ഞാൻ യെരുശലേം മുതൽ ഇല്ലുരിയ ദേശത്തോളം ചുറ്റി സഞ്ചരിച്ച് ക്രിസ്തുവിൻ്റെ സുവിശേഷ ഘോഷണം പൂരിപ്പിക്കുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ യെരുശലേം മുതൽ ഇല്ലൂര്യ ദേശത്തോളം ചുറ്റി സഞ്ചരിച്ചു, ക്രിസ്തുവിന്റെ സുവിശേഷ ഘോഷണം പൂരിപ്പിച്ചിരിക്കുന്നു. തൻ്റെ വാക്കാണ്. ഇനി ആ അധ്യായത്തിന്റെ 23-ാം വാക്യം വായിക്കുകയാണെങ്കിൽ, എനിക്ക് ഈ ദിക്കുകളിൽ ഇനി സ്ഥലമില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പോഴോ എനിക്ക് ഈ ദിക്കുകളിൽ ഇനി സ്ഥലമില്ലായകയാലും. കണ്ടോ, എനിക്ക് ഈ ദിക്കുകളിൽ സ്ഥലമില്ല. അപ്പോസ്തലപ്രവൃത്തി 19-10 അദ്ദേഹം പറയുന്നത്, ആസിയയിൽ പാർക്കുന്ന ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്ന അങ്ങനെയാണ്, ആസിയയിൽ പാർക്കുന്ന യഹൂദന്മാരും യവനന്മാരും എല്ലാം കർത്താവിന്റെ വചനം കേൾപ്പാൻ ഇടയായി. ആസിയയിൽ പാർക്കുന്ന യഹൂദന്മാരും യവനന്മാരും എല്ലാം കർത്താവിന്റെ വചനം കേൾപ്പാൻ ഇടയായി. ഇത് ചെയ്യുന്ന കൂട്ടത്തിൽ വല്ലാത്ത കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് 2 കൊരിന്ത്യ ലേഖനം 11-ാം അധ്യായത്തിന്റെ 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ വായിക്കുകയാണെങ്കിൽ, 24 മുതൽ 28 വരെ വായിച്ചാൽ ഒരുപാട് ലെങ്തി ആയതുകൊണ്ട് ഞാൻ 28 മാത്രം വായിപ്പിക്കുകയാണെങ്കിൽ, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത, വായിച്ചാട്ടെ, പലവട്ടം പട്ടിണി, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കിളപ്പ്, പൈതാഹം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചത് കൂടാതെ എനിക്ക് ദിവസേന സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കുമുണ്ട്. ഈ മനുഷ്യനെ പറയുന്ന ഒന്ന് ഞാൻ ചെയ്യുന്നു എന്ന്, അല്ലേ? സഭകളെ കുറിച്ചുള്ള ചിന്താഭാരമുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 20-24 അദ്ദേഹം പറയുന്നത്, ഒക്കെ ഉണ്ടെങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്നേ എനിക്കുള്ളൂ. എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്നേ എനിക്കുള്ളൂ. ഈ അപ്പോസ്തലന്റെ ദൗത്യത്തിന്റെയും ജീവിതത്തിന്റെയും ചില ഇൻസൈറ്റ്സാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. സഭകള് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന, നേരത്തെ വായിച്ചില്ലേ, സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കുണ്ടെന്ന്. എന്താ ചിന്താഭാരം? അതിനകത്തുനിന്ന് എനിക്ക് ദശാംശം കിട്ടുമോ എന്നുള്ള ചിന്താഭാരം അല്ല അദ്ദേഹത്തിനുണ്ടായിരുന്നത്, അല്ലേ? ആ സഭകൾ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ, അതുപോലെ തന്നെ ഈ ആസിയയിലൊക്കെ കഷ്ടം സഹിക്കേണ്ടി വന്നിട്ട് ജീവിച്ചിരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ് ആ ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെട്ടതിനെക്കുറിച്ച് 2 കൊരിന്ത്യ ലേഖനത്തിലൊക്കെ നമുക്ക് വായിക്കാം. അപ്പോൾ ഈ പൗലോസിൻ്റെ ജീവിതം മുഴുവൻ നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ, അദ്ദേഹം ജാതികളുടെ അപ്പോസ്തലൻ എന്നാണ് അറിയപ്പെടുന്നത്. യഹൂദന്മാരോടും ജാതികളോടും സുവിശേഷം അറിയിച്ചവനാണ്. വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു, നിന്നെ ഞാൻ ദൂരത്ത്, അല്ലേ, ജാതികളുടെ അടുക്കൽ അയക്കും. എന്തെല്ലാം കഷ്ടത നീ സഹിക്കാൻ പോകുന്നു എന്നുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ട് അദ്ദേഹത്തിന് യഹൂദന്മാരോട് പ്രത്യേകിച്ച് വിരോധമൊന്നും ഉണ്ടായിരുന്നില്ല. റോമലേഖനം 9-10 അധ്യായങ്ങളൊന്നും എടുത്ത് അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ, തൻ്റെ സ്വജാതിക്കാരായ യഹൂദന്മാരെ കുറിച്ച് പറയുന്നത്, എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടപെടാതെ നോവുമുണ്ട്. 9-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഞാൻ ക്രിസ്തുവിൽ സത്യം പറയുന്നു, ഞാൻ പറയുന്നത് ഭോഷ്കല്ല, എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടവിടാതെ നോവുമുണ്ട് എന്ന് എൻ്റെ മനസാക്ഷി എനിക്ക് പരിശുദ്ധാത്മാവിൽ സാക്ഷിയായിരിക്കുന്നു. ജഡപ്രകാരം എൻ്റെ ചാർച്ചക്കാരായ എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർപെട്ട് ശാപഗ്രസ്തനാകുവാൻ ഞാൻ ആഗ്രഹിക്കാമായിരുന്നു. എന്തിനാ ഇങ്ങനെ ആഗ്രഹിച്ചതെന്ന് 10-1 പറയുന്നത്, സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണം എന്ന് തന്നെ എൻ്റെ ഹൃദയവാഞ്ചയും
അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള യാചനയുമാകുന്നു. സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണം എന്ന് തന്നെ എൻ്റെ ഹൃദയവാഞ്ചയും അവർക്ക് വേണ്ടിയുള്ള ദൈവത്തോടുള്ള യാചനയുമാകുന്നു. അപ്പൊ ഈ പൗലോസിന്റെ മനസ്സ് നിങ്ങളൊന്ന് കണ്ടേ. ചിന്താഭാരം, സഭകളെ കുറിച്ചുള്ള ചിന്താഭാരം, യഹൂദന്മാർ രക്ഷിക്കപ്പെടണമെന്നുള്ള ഹൃദയവാഞ്ച, തന്നെ ഏൽപ്പിച്ച ദൗത്യം ജാതികളോട് സുവിശേഷം അറിയിക്കുക എന്നുള്ളത്, ദൂരത്ത് പോയി അതറിയിക്കാനുള്ള ആഗ്രഹം, അതിനുള്ള ശ്രമം, ഇതിനെല്ലാം ഇടയ്ക്ക് അദ്ദേഹം ദിസ് മാൻ സേയ്സ് ദാറ്റ് വൺ തിങ് ഐ ഡു, ഒന്ന് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ശരിയാണോ? അദ്ദേഹം പറഞ്ഞു ഒന്ന് ഞാൻ ചെയ്യുന്നു. അതിനർത്ഥം എന്താണ് എന്ന് നാം ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് ഇങ്ങനെ പറയാം, ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ഡൂയിങ് സെവറൽ തിങ്സ് ഐ എം ഡൂയിങ് ഓൺലി വൺ തിങ്. ഞാൻ ആയിരക്കണക്കിന് കാര്യങ്ങൾ, ഇപ്പോൾ ഞാൻ നിങ്ങളോട് അതിൻ്റെ ഒരു ചെറിയ പരിച്ഛേദമാണ് പറഞ്ഞത് അല്ലേ, അതെല്ലാം വേണേൽ വിശദീകരിക്കാം നമുക്ക്. ഈ പറഞ്ഞത് പോലെ 100 കണക്കിന് കാര്യങ്ങൾ അപ്പോസ്തലനായ പൗലോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിനിടയ്ക്ക് അദ്ദേഹം പറയുന്നത് ആകെ ഒരു കാര്യം മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഒരു പാഠം ഉൾക്കൊള്ളുവാനുണ്ട്. അതെന്താണ് അതിൻ്റെ അർത്ഥം എന്നുള്ളത് നാം ഗ്രഹിക്കണം. നമ്മൾ വായിച്ച കുറിവാക്യത്തിലേക്ക്, ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിലേക്കൊന്ന് മടങ്ങി വരികയാണെങ്കിൽ അവിടെ ലാക്ക് എന്നൊരു വാക്ക് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്ന് ഞാൻ ചെയ്യുന്നു പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. ലാക്കിലേക്ക്, ലക്ഷ്യം, ഗോൾ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ പൗലോസിന് ഒരു ഗോളുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. വെറുതെ പന്തിട്ടടിക്കണമെന്നല്ല അദ്ദേഹം ആഗ്രഹിക്കുന്നത്, അല്ലേ? പന്ത് ഗോൾ പോസ്റ്റിൽ എത്തിക്കണം, അതിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കണം, എങ്കിലേ കളി ജയിക്കുകയുള്ളൂ. ഒരു അത്ലറ്റിക് ടൈമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ലാക്ക്, ഇംഗ്ലീഷിൽ മാർക്ക് എന്നായിരിക്കും പറയുന്നത്, ദ മാർക്ക് ബിഫോർ മീ. അപ്പം എ ക്ലിയർ ഫോക്കസ് ഇൻ ലൈഫ്. താൻ ചെയ്ത കാര്യങ്ങളുടെ എല്ലാം നടുക്ക് തനിക്ക് ഒരു വ്യക്തമായ ജീവിത ദർശനം, ഒരു വ്യക്തമായ ലക്ഷ്യം ഉണ്ടായിരുന്നു. അതിന് താഴെ ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ, ഉപലക്ഷ്യങ്ങളുണ്ടെന്ന് വേണമെങ്കിൽ പറയാം, സബ് ഗോൾ എന്ന് വേണമെങ്കിൽ പറയാം. മെയിൻ ഗോൾ, സബ് ഗോൾ. പക്ഷെ പലപ്പോഴും നമ്മൾ ഈ മെയിൻ ഗോൾ വിട്ടിട്ട് സബ് ഗോളുകളിലൊക്കെ ഇരിക്കുന്ന ആളുകളായിട്ട് തീരുന്നുണ്ട് എന്നുള്ള കാര്യം നാം ഒന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പൗലോസ് ഇത് പറഞ്ഞതെല്ലാം സബ് ഗോളാണ്, അല്ലേ? ഇപ്പോൾ നമ്മൾ പറഞ്ഞ സുവിശേഷകൻ, സഭാസ്ഥാപകൻ, ശുശ്രൂഷകൻ, മെൻറ്ററിങ്, എഴുത്ത് എല്ലാം സബ് ഗോളുകളാണ്, മെയിൻ ഗോളല്ല. മെയിൻ ഗോൾ എന്തായിരുന്നു എന്നുള്ളതാണ് നാം പരിശോധിക്കുന്നത്. അപ്പോൾ നമ്മളും ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാകാം. ചെയ്യുന്നതിനിടയ്ക്ക് എൻ്റെ മുഖ്യമായിട്ടുള്ള ലക്ഷ്യം എന്താണ് എന്നുള്ളത് മിക്കവാറും ആളുകൾ ചിന്തിക്കുന്നില്ല. നമുക്ക് എന്നെ കേൾക്കുന്ന നിങ്ങളോടെല്ലാം ഞാൻ ചോദിക്കുന്നത്, നമുക്ക് മിക്ക ആളുകൾക്കും അങ്ങനെ ഒരു ലക്ഷ്യമുണ്ടോ? ഞാൻ ഇടയ്ക്കൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. പല അധ്യാപകനായിരുന്നുകൊണ്ട് കോളേജിൽ വെച്ച് പഠിപ്പിക്കുന്ന കുട്ടികളോട് ചോദിക്കുമായിരുന്നു. സഭയിലായി കഴിഞ്ഞപ്പോൾ വിശ്വാസികളെ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ വിശ്വാസികളോടും ചോദിക്കാറുണ്ട്. എനിക്ക് കിട്ടിയിട്ടുള്ള ചില ഉത്തരങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. എന്താണ് നിങ്ങളുടെ ലക്ഷ്യം എന്ന് ചോദിക്കുമ്പോൾ മിക്കവരും പ്രത്യേകിച്ചൊന്നും പറയാറില്ല കേട്ടോ. കോളേജിലും അങ്ങനെ ആയിരുന്നു, അങ്ങനെ ഒന്നുമില്ല സാറേ എന്ന്. അപ്പോൾ ഈ വിശ്വാസികൾ പറഞ്ഞാൽ അങ്ങനെ ഒന്നുമില്ല, പിന്നെ എങ്ങനെയാണ് ഉള്ളത്? അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു ലക്ഷ്യം ആർക്കുമില്ല. ചിലർ പറയാറുണ്ട് സുവിശേഷം അനവരോട് പറയണം, വേറെ ചിലർ പറയും നല്ലൊരു ശുശ്രൂഷ അർപ്പിക്കണം, ആത്മാക്കളെ നേടണം, വേറെ ചിലർ പറയും ഭാരതം സുവിശേഷീകരിക്കപ്പെടണം, മറ്റു ചിലർ പറയും വടക്കേ ഇന്ത്യയിൽ പോകണം, അത് ഒരു പ്രാവശ്യം പോയാൽ പോരാ, പോയാലല്ലേ കാണാനൊക്കെ ഉള്ളൂ, പലവട്ടം പോകണം. അതുകൊണ്ട് അവരുടെ ലക്ഷ്യം എന്താണ്? മാക്സിമം വടക്കേ ഇന്ത്യ സന്ദർശിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങളാണ്. വേറെ ചിലർ പറയുന്നത് എൻ്റെ മക്കളെല്ലാം കർത്താവിനെ ഒന്ന് അറിയണം. വേറെ ചിലരോട് പറഞ്ഞിട്ടുള്ള എൻ്റെ ഭാര്യ ഒന്ന് ശരിയാകണം. ചില ഭാര്യമാർ പറഞ്ഞ എൻ്റെ ഭർത്താവ് ഒന്ന് ശരിയാകണം, എൻ്റെ ബന്ധുക്കളും കൂടെ. ഞാൻ മാത്രം, അത് പൗലോസിന് ആഗ്രഹം ഉണ്ടായിരുന്നു, നമ്മൾ വായിച്ച് കേട്ടല്ലോ. എൻ്റെ സ്വന്തം ജനം നന്നാകണം എന്ന് അദ്ദേഹത്തിന് ആഗ്രഹം. ബട്ട് ദാറ്റ് വാസ് നോട്ട് ദ വൺ തിങ്. ആ ഒരു കാര്യത്തിന് വേണ്ടി അല്ല അദ്ദേഹം ജീവിച്ചത്. വേറെ ചിലർ പറയുന്നത് എൻ്റെ കൊച്ചുമക്കളൊന്ന് കർത്താവിനെ കണ്ടിട്ട് എനിക്ക് കണ്ണടയ്ക്കണം എന്ന്. ഇങ്ങനെയൊക്കെ ഞാൻ കേൾക്കാറുണ്ട്, അല്ലേ? ഇതെല്ലാം കൊള്ളാവുന്ന കാര്യങ്ങളാണ്, നല്ല കാര്യങ്ങളൊന്നും വേണ്ട അല്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ ദിസ് ഈസ് നോട്ട് ദ വൺ തിങ് ഫോർ വിച്ച് യു ഹാവ് ടു ലിവ്. ഈ ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയാണോ നിങ്ങൾ ജീവിക്കേണ്ടത്? ഇവർ പലരും പറയുന്നത് ഞങ്ങൾ ഇതിനു വേണ്ടിയാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയും, നിങ്ങൾക്ക് അയ്യോ കഷ്ടം. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ബോധ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. ഇതെല്ലാം നല്ല കാര്യങ്ങളാണ്. മക്കൾ അറിയണം, കൊച്ചുമക്കൾ അറിയണം, വടക്കേ ഇന്ത്യ സുവിശേഷീകരിക്കപ്പെടണം, ആത്മാക്കൾ രക്ഷിക്കപ്പെടണം. മോശമാണോ കാര്യങ്ങളൊക്കെ? ഒക്കെ നല്ല കാര്യങ്ങളാണ്, ഇതൊക്കെ വേണം. എന്നാൽ ഞാൻ ജീവിക്കുന്നത് ഇതിനു വേണ്ടി ഒന്നുമല്ല. അപ്പോസ്തലനായ പൗലോസിനോട് ചോദിച്ചാൽ അദ്ദേഹം പറയും, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ അദ്ദേഹം പറഞ്ഞു, ടു മീ ടു ലിവ് ഈസ് ക്രൈസ്റ്റ്.
എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു. അല്ലേ വായിച്ചാട്ടെ? എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും. അപ്പൊ ഉണ്ടോ, അതാണ് ദിസ് വൺ തിങ്. ഒന്ന് ഞാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? എനിക്ക് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ പോലെ ആകണം, ക്രിസ്തുവിനെ നേടണം, അവന് വേണ്ടി ജീവിക്കണം, അവൻ പറയുന്നത് ചെയ്യണം. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു. മരിക്കുന്നത് ലാഭം. മരിക്കാൻ ചാൻസ് കിട്ടിയാൽ ലാഭം, കാരണം ഞാൻ അപ്പോഴും ആരുടെ അടുത്തേക്കാണ് പോകുന്നത്? ക്രിസ്തു. 1-ാം അധ്യായം നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ 1:20, നമ്മൾ 21 വായിച്ചത്. 20-ാം വാക്യത്തിൽ പറയുന്നത് ക്രിസ്തു മഹിമപ്പെടണം, ആ ഒരൊറ്റ ലക്ഷ്യമേ അദ്ദേഹത്തിനുള്ളൂ. വായിച്ചാട്ടെ 20-ാം വാക്യം. അങ്ങനെ ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം പൂണ്ട് ക്രിസ്തു എന്റെ ശരീരത്തിങ്കൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. അതിന്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ജീവിച്ചിരുന്നാലും മരിച്ചാലും ക്രിസ്തു, അത്രേ ഉള്ളൂ. 23-ാം വാക്യത്തിൽ പറയാണ്, എനിക്ക് ക്രിസ്തുവിനോട് കൂടെ ഇരിക്കാൻ അതിയായ കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ. വായിച്ചാട്ടെ 23-ാം വാക്യം. ഇവ രണ്ടിനാലും ഞാൻ ഞരങ്ങുന്നു, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ. അപ്പൊ പൗലോസിന്റെ ഉള്ളിലിരുന്ന വൺ തിങ്, ഒരു കാര്യം, ഒന്ന് ഞാൻ ചെയ്യുന്നു എന്ന് പറയുന്നത് എന്ത് കാര്യ? ക്രിസ്തു. ദാറ്റ് വൺ തിങ് ഈസ് ക്രൈസ്റ്റ്. അത് കുറച്ചുകൂടെ നമുക്ക് പരിശോധിക്കാം. അതുകൊണ്ട് ഈ ലേഖനം വായിച്ചാൽ വിത്ത് ക്രൈസ്റ്റ്, ലൈക്ക് ക്രൈസ്റ്റ്, അല്ലേ? ക്രിസ്തുവിനെ പോലെ എനിക്കാകണം, അവനോട് അനുരൂപപ്പെടണം. ഈ ഒരു ആവൽ, ഈ ഒരു ആഗ്രഹം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അങ്ങനെ ഒരു ആഗ്രഹം വന്നതെന്ന് ചോദിച്ചാൽ, അദ്ദേഹം ഈ എഫേസ്യ ലേഖനത്തിൽ എഫെസോസുകാരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എഫേസ്യ ലേഖനം 1:18 വിളിയാലുള്ള ആശ. വെൻ ക്രൈസ്റ്റ് കോൾഡ് us, there is a hope in it. ക്രിസ്തു നമ്മളെ വിളിച്ചപ്പോൾ അതിനകത്തൊരു പ്രത്യാശയുണ്ട്, ഒരു ആശയുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. ചുമ്മാതെ വിളിച്ചല്ല. അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് കണ്ടോ? അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് എഫെസോസിലെ വിശ്വാസികൾ തിരിച്ചറിയണമെന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുക. എന്തുകൊണ്ട്? അദ്ദേഹത്തിന്റെ വിളിയിലുള്ള ആശ എന്താണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പല വിശ്വാസികളോടും ചോദിക്കുമ്പം ആശയില്ല, ആകപ്പാടെയുള്ള ആശ മരിച്ച് സ്വർഗത്തിൽ പോകണമെന്നുള്ളതോ കർത്താവ് വരണമെന്നോ ഒക്കെ ഉള്ളതാണെങ്കിൽ അതല്ല, അതിനേക്കാൾ അപ്പുറത്തേക്കൊരാശ നമുക്ക് വേണം. ഇപ്പോൾ പത്രോസ് പറഞ്ഞു, നിങ്ങൾക്കത് നിശ്ചയമില്ലെങ്കിൽ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കുവീൻ. 2 പത്രോസ് 1:10 നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ. ഇപ്പോൾ പോൾ വാസ് വെരി ക്ലിയർ വൈ ക്രൈസ്റ്റ് കോൾഡ് ഹിം, അല്ലേ? അതറിയുമ്പോഴാണ് എന്ത് പറയുന്നത്? ഐ പ്രസ് ടു വേർഡ്. നമുക്ക് ഫിലിപ്പി ലേഖനം 3:14 വായിക്കാം. ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. ഒരു വിളിയിലൊരാശ. ഇപ്പൊ വിളിച്ചപ്പോൾ ദൈവം ഉന്നതമായ വിശുദ്ധമായ ഒരു വിളി കൊണ്ട് വിളിച്ചപ്പോൾ ആ വിളി ചുമ്മാതെ നമ്മൾ പറയുന്ന പോലെ രാത്രിക്ക് വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ട് അത്താഴമില്ല മോനെ എന്ന് പറയുന്ന പോലെ ഒരു വിളിയല്ല ദൈവത്തിന്റെ വിളി. 3:14 വായിച്ചാട്ടെ. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി. കണ്ടോ? പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. അപ്പൊ പിന്നിലുള്ളത് മറന്നു, മുമ്പിലുള്ളതിന് ആഞ്ഞുകൊണ്ട് ഐ പ്രസ് ടുവേർഡ് ദ മാർക്ക് ഫോർ ദ പ്രൈസ് ഓഫ് ദ ഹൈ കോളിംഗ് ഓഫ് ഗോഡ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. കർത്താവായ യേശുക്രിസ്തു എന്നെ വിളിച്ചെങ്കിൽ ആ വിളിച്ചതിനകത്ത് ഒരു പ്രത്യാശയുണ്ട്, ഒരു ലക്ഷ്യത്തിലേക്കാണ് അവൻ എന്നെ വിളിക്കുന്നത്. ആ ലക്ഷ്യത്തിൽ എനിക്ക് എത്തിച്ചേരണം എന്നുള്ള ആഗ്രഹം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വന്നപ്പോൾ ഐ പ്രസ് ഓൺ എന്ന് പറഞ്ഞാൽ ഞാൻ ആഞ്ഞ് ലാക്കിലേക്ക് സർവ്വശക്തിയും സമാഹരിച്ച് മുന്നോട്ട് പോകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ ഈ വാക്യം പരിശോധിച്ചപ്പോൾ ബേസൈഡ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നൊരു ബൈബിൾ ട്രാൻസ്ലേഷൻ ഉണ്ട്, ബേസൈഡ്. അതിങ്ങനെയാണ് അതിനകത്തെക്കുറിച്ച് പറയുന്നത്. ഐ പുട്ട് ഓൾ ഐ ഹാവ് ഗോട്ട് ഇൻ ടു ദിസ് മാറ്റർ ഓഫ് സ്ട്രൈവിങ് ടു ബിക്കം വാട്ട് ജീസസ് ക്രൈസ്റ്റ് വിൽഡ് ദാറ്റ് ഐ ഷുഡ് ബിക്കം. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ എന്താകണം എന്ന് യേശുക്രിസ്തു എന്നെക്കുറിച്ച് ആഗ്രഹിച്ചോ അതാകാനായി ഞാൻ എനിക്കുള്ളതെല്ലാം അർപ്പിക്കുന്നു. മനസ്സിലായോ? എന്നെ കർത്താവ് വിളിച്ചപ്പോൾ ഞാൻ എന്തോ ആകണം എന്ന് യേശുക്രിസ്തുവിന് എന്നെക്കുറിച്ചൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഐ പുട്ട് all I have got into this matter of striving to become what Jesus Christ willed that I should become. എന്നെ യേശു വിളിച്ചപ്പോൾ ഞാൻ എന്തോ ആകണം എന്ന് യേശുവിനൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ആ പ്രതീക്ഷ മനസ്സിലാക്കിയപ്പോൾ അതാകാനായിട്ട് ഞാൻ എല്ലാം അർപ്പിച്ചെന്ന് എന്നെ തന്നെ അർപ്പിച്ചു. എനിക്ക് ഉപേക്ഷിക്കേണ്ടതെല്ലാം ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു. നേടേണ്ടതൊക്കെ നേടാനായിട്ട് ആഗ്രഹമുണ്ടായി, ശ്രമിച്ചു, അധ്വാനിച്ചു, ആഞ്ഞു പാഞ്ഞു എന്നൊക്കെ വേണേൽ പറയാം. ആഞ്ഞു പാഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. കാരണം എന്നെ കർത്താവ് വിളിച്ചു, എനിക്കത് ആകണം.
അതിനകത്തൊരു ആശയമുണ്ടായിരുന്നു. വിളിച്ചപ്പോഴേ അതിനകത്ത് എന്തുണ്ടായിരുന്നു? വിളിയിലൊരു ആശയമുണ്ടായിരുന്നു. ആ ആശയിൽ എത്തിച്ചേരണമെന്നുള്ള അതിയായ അഭിവാഞ്ച എൻ്റെ ഹൃദയത്തെ ഭരിച്ചതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് പൗലോസ് വ്യക്തമാക്കുക ചെയ്യുന്നത്. അപ്പം നമ്മൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഓർക്കുകയാണെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എവ്രി മാൻസ് ലൈഫ് ഈസ് എ പ്ലാൻ ഓഫ് ഗോഡ്. ഓരോ മനുഷ്യൻ്റെ ജീവിതവും ദൈവത്തിൻ്റെ വ്യക്തമായ ഒരു പദ്ധതിയിലാണ്. ദൈവം അയച്ചിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഈ ലോകത്തിൽ വന്നിരിക്കുന്നത്. ആക്സിഡൻ്റലായിട്ട് വന്നതല്ല, അപ്പോയിൻമെൻ്റാണ്. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്ന് പേർ. യോഹന്നാൻ്റെ പേര് വെട്ടി നമ്മുടെയൊക്കെ പേര് എഴുതാം. ദൈവം അയച്ചിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഈ ലോകത്തിൽ വന്നിരിക്കുന്നത്. ഇറ്റ്സ് എ പ്ലാൻ ഓഫ് ഗോഡ്. അങ്ങനെയാണെങ്കിൽ ആ പ്ലാൻ എന്താണെന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ട് ഐ ഷുഡ് ക്യാരി ഔട്ട് ദിസ് പ്ലാൻ, അല്ലേ? ആ പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കി ആ പദ്ധതി നിറവേറുന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ ദൗത്യത്തിൽ പരാജയപ്പെടുന്നവനാകും. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ, പല കൊല്ലങ്ങളായിട്ട് വിശ്വാസത്തിലൊക്കെ നിങ്ങൾ നിന്നിട്ട് പഴയ കാലത്ത് ഒരുപാട് ജയപരാജയങ്ങളൊക്കെ ഉണ്ടായി കാണും. അതൊക്കെ പോട്ടെ, അതെല്ലാം മറന്നിട്ട് ഈ പുതുവത്സരത്തിൽ ലാക്കിലേക്ക് ഓടാനായിട്ട് ഒരു തീരുമാനം. ലാക്ക് എന്താണെന്ന് കണ്ടുപിടിക്കണം, ലക്ഷ്യം എന്താണെന്ന് കണ്ടുപിടിക്കണം, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കണം. എന്നിട്ട് അതിലേക്ക് ഓടാൻ തുടങ്ങണം. അതിൽ നിന്ന് നിങ്ങളെ വ്യതിചലിപ്പിക്കുവാനായിട്ട് ഒന്നിനെയും അനുവദിക്കരുത്, അല്ലേ? ഞാൻ അതിലേക്ക് ഓടുന്നു എന്ന് പറയുമ്പോൾ ഒരു ഓട്ടക്കാരനെ കുറിച്ച് ചിന്തിക്കുക. അയാളെ വ്യതിചലിപ്പിക്കുവാനുള്ള പല ശബ്ദകോലാഹലങ്ങളും ആകർഷണങ്ങളും ഒക്കെ ഉണ്ടാകാം. അതെല്ലാം മറന്നിട്ടാണ് ആ ലക്ഷ്യത്തിലേക്ക് മാത്രം നോക്കി ഓടിപ്പോകുന്നത്. ഒരു നിമിഷം ചിന്തിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തമായ ഒരു ലക്ഷ്യവും ഒരു ദർശനവും, അല്ലെങ്കിൽ ഇതുവരെ ഞാൻ പറഞ്ഞതുപോലെ വൺ തിങ് ഇൻ ലൈഫ്, ഒന്ന് ഞാൻ ചെയ്യുന്നു എന്ന് പറയത്തക്ക തരത്തിൽ ഒരു ലക്ഷ്യബോധമുള്ള ആളാണോ? അങ്ങനെ ആണെങ്കിൽ എന്താണ് നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നത്? അത് എന്ന് നേടാനാണ് ആഗ്രഹിക്കുന്നത്? എങ്ങനെ നേടാനാണ് ആഗ്രഹിക്കുന്നത്? അതേക്കുറിച്ച് ചിന്തിക്കണം. എന്താണ് ലക്ഷ്യം? അത് എന്ന് നേടണം? എങ്ങനെ നേടണം? ഇതൊന്നുമില്ലാതെ വെറുതെ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ അതിനർത്ഥമില്ല. വേദപുസ്തകം പരിശോധിക്കുക. വേദപുസ്തകത്തിനകത്ത് 2930 ജീവചരിത്രങ്ങളുണ്ട്. വേദപുസ്തകം നിങ്ങൾ പരിശോധിച്ചാൽ അത് റൗണ്ട് ചെയ്ത് പറയുകയാണെങ്കിൽ 3000 എന്ന് പറഞ്ഞോളൂ. 2930 ജീവിതങ്ങൾ. അതിൽ വിജയിച്ചവർക്കെല്ലാം, പരാജയപ്പെട്ടവരുണ്ട്, വിജയിച്ചവർക്കെല്ലാം വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ഞാൻ ചിലരെക്കുറിച്ചൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്താം. ഇതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് എബ്രായ ലേഖനം 11-ാം അധ്യായം ഉപയോഗിക്കാവുന്നതാണ്. അവിടെ ഹാബേൽ തുടങ്ങുന്ന അവിടെ നിന്നാണല്ലോ. ഹാബേലിൻ്റെ ലക്ഷ്യം ഉത്തമമായ ഒരു യാഗം കഴിക്കണമെന്നുള്ളതായിരുന്നു. ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ച് അവൻ്റെ കൂടെ നടക്കണം എന്നുള്ള ലക്ഷ്യമായിരുന്നു. നോഹ ഭയഭക്തി പൂണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ടൊരു പെട്ടകം, വേറെ ആരും അത് അംഗീകരിക്കുന്നില്ല, പക്ഷേ ഭയഭക്തിയോടെ തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. അബ്രഹാം എങ്ങോട്ട് പോകുന്നു എന്നറിയാതെ വിളിക്കപ്പെട്ടാറെ വിശ്വാസത്തിൽ ഇറങ്ങി പുറപ്പെട്ടു. ഇസഹാക്ക്, യാക്കോബ് അടിസ്ഥാനങ്ങളുള്ള നഗരത്തിനായി കാത്തിരുന്നു, കൂടാരങ്ങളിൽ പാർത്തു. സാറ പുത്രോത്പാദനത്തിനുള്ള ശക്തി പ്രാപിച്ചു. ജോസഫ് ഒരു രാജ്യത്ത് ഭരണകർത്താവായിരുന്നെങ്കിലും അവിടെ അല്ല തൻ്റെ അസ്തിത്വം, ഒരു പുറപ്പാടുണ്ട് എന്ന ലക്ഷ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. മോശ ദൈവജനത്തോടു കൂടെ കഷ്ടം അനുഭവിച്ചു. ഇങ്ങനെ എനിക്ക് നിങ്ങളോട് യോശുവയെക്കുറിച്ച്, ഗിദെയോനെക്കുറിച്ച്, ബാരാക്കിനെക്കുറിച്ച്, ശിംശോനെക്കുറിച്ച്, ഇഫ്താഹിനെക്കുറിച്ച്, ദാവീദിനെക്കുറിച്ച്, ശാമുവേലിനെക്കുറിച്ച്, രൂത്തിനെക്കുറിച്ച്, എസ്തേറിനെക്കുറിച്ച്, നെഹമ്യാവിനെക്കുറിച്ച്, എസ്രയെക്കുറിച്ച്, യേശു ക്രിസ്തുവിനെക്കുറിച്ച്, പൗലോസിനെക്കുറിച്ച് ഒക്കെ പറയാനായിട്ട് സാധിക്കും. ഓൾ ഗ്രേറ്റ് മെൻ, ഓൾ വിക്ടോറിയസ് മെൻ ഹാഡ് ദെയർ ഗോൾസ്, അല്ലേ? ഈ ജീവിതത്തിൽ വിജയം വരിച്ചവർക്കൊക്കെ അവരുടെ വ്യക്തമായ ലക്ഷ്യമുണ്ടായിരുന്നു. ആ ലക്ഷ്യം നേടുന്നതിന് അവരെ സഹായിക്കുന്ന സബ് ഗോളുകളും ഉണ്ടായിരുന്നു. ഗോളും സബ് ഗോളുകളും, പ്രധാനപ്പെട്ട ലക്ഷ്യം, അതിൻ്റെ പിന്നാലെ വരുന്ന ഗോളുകളും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ നമ്മൾ എന്തുകൊണ്ടാണ് ലക്ഷ്യത്തിൽ എത്താത്തതെന്നുള്ളതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുക. ലക്ഷ്യമില്ല, ഉള്ളവർ തന്നെ അവിടെ എത്തുന്നില്ല, അവിടുന്ന് വ്യതിചലിച്ചു പോകുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ പിശാച് ഭയങ്കര തന്ത്രശാലിയാണ്. നിങ്ങൾ വേദപുസ്തകത്തിൽ ദൈവത്തിൻ്റെ പ്ലാനുകളെ തകിടം മറിക്കുന്ന പിശാചിൻ്റെ പരിപാടികളെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ പിശാച് പാപം വ്യാപിപ്പിച്ചിട്ടാണ് അനേകരെ വഴിതെറ്റിക്കുന്നത്. ഈ പാപത്തിന് 10-20 വാക്കുകൾ വേദപുസ്തകത്തിലുണ്ട്. അതിൽ ഒരു വാക്ക് മാത്രം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണെങ്കിൽ, പഴയ നിയമത്തിൽ ഹമാർത്ത എന്ന് പറഞ്ഞാൽ എബ്രായ ഭാഷയിൽ ലക്ഷ്യം തെറ്റിക്കുക, മിസ്സിങ് ദ മാർക്ക്. പാപത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട നിർവചനമാണത്. എന്താണ് മിസ്സിങ് ദ മാർക്ക്? ലക്ഷ്യം തെറ്റിക്കുക. പിശാചിൻ്റെ പണിയാണ് ആളുകളെ എന്ത് ചെയ്യുന്നു? സെഡ്യൂസിങ് സ്പിരിറ്റ്, വഴി തെറ്റിക്കുന്ന ആത്മാവ്, ലക്ഷ്യം തെറ്റിക്കുന്ന ആത്മാവ്. നമ്മൾ കർത്താവിൻ്റെ വിളിയൊക്കെ കേട്ട് കർത്താവിനെ പോലെ ആകാൻ വൺ തിങ് എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയതാണ്. പക്ഷേ നമ്മളെ വഴി തെറ്റിച്ച്, ലക്ഷ്യം തെറ്റിച്ച്
വേറെ വഴിക്ക് കൊണ്ടുപോയി ചതിക്കുന്ന ഒരു പിശാച് ഉണ്ടെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് അവബോധം വേണം. അതുകൊണ്ടാണ് യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞത്, ഇരുമനസ്സുള്ള മനുഷ്യൻ തൻ്റെ വഴികളിലൊക്കെ അസ്ഥിരനാകുന്നു. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിലാണ് നാം അത് വായിക്കുന്നത്. ഇരുമനസ്സുള്ള മനുഷ്യൻ തൻ്റെ വഴികളിലൊക്കെ അസ്ഥിരൻ. അപ്പോൾ ഒരു ഫോക്കസ് ഇല്ല അവൻ്റെ മനസ്സിൽ. അതുകൊണ്ടാണ് ഇരുമനസ്സുള്ള മനുഷ്യൻ തന്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നു. അല്പം മുകളിലോട്ട് കയറി 6-ാം വാക്യം വായിക്കുകയാണെങ്കിൽ, സംശയിക്കുന്നവൻ, അതായത് ലക്ഷ്യത്തെക്കുറിച്ച് സംശയം വരും ഇടയ്ക്ക്, ഇത് തന്നെയാണോ കർത്താവ് എന്നെ വിളിച്ചത്? സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിരക്ക് സമൻ. ഇങ്ങനെയുള്ള മനുഷ്യന് കർത്താവിൽ നിന്ന് വല്ലതും ലഭിക്കും എന്ന് നിരൂപിക്കരുത്. ഇത് ഒരുപാട് ആളുകളുടെ പ്രശ്നമാണ്, വിശ്വാസികൾ എന്ന് പറയുന്നവരുടെ പ്രശ്നമാണ്. ഇരുമനസ്, വ്യക്തതയില്ലായ്മ, അല്ലേ? സംശയമായിട്ട് ഇതാണോ അതാണോ എന്ന് നിശ്ചയമില്ല. അപ്പോഴാണ് വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കണമെന്ന് പറഞ്ഞത്. ഇത് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഏലിയാവിന്റെ കാലഘട്ടത്തിൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എത്രത്തോളം നിങ്ങൾ 2 തോണിയിൽ കാലുവെക്കും? 1 രാജാക്കന്മാർ 18:21 അറിയാമല്ലോ. അതുപോലെ തന്നെ കർത്താവ് തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും ഒരുപോലെ സേവിക്കാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്തിട്ട് വൺ തിങ്, ഏതാണ് എൻ്റെ ലക്ഷ്യം എന്നുള്ളത് ഉറപ്പാക്കണം. അവിടെ എത്താനായിട്ട് വി നീഡ് മെൻ്റൽ ഡിസിപ്ലിൻ, ടൈം മാനേജ്മെൻറ്റ് ആൻഡ് വിൽ പവർ. മനസ്സിലായോ? നമുക്കവിടെ എത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനെ ഒരു ശിക്ഷണത്തിൽ നിർത്തേണ്ടതായിട്ട് വരും. സമയം അതനുസരിച്ച് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. നമ്മുടെ ഇച്ഛാശക്തി അതനുസരിച്ച് ഉപയോഗിക്കേണ്ടതായിട്ടും വരും. ഞാൻ നിങ്ങൾക്ക് കർത്താവായ യേശുക്രിസ്തുവിനെയും അപ്പോസ്തലനായ പൗലോസിനെയും കാണിച്ചു തരാൻ താല്പര്യപ്പെടുന്നു. ഇതിനോടുള്ള ബന്ധത്തിൽ യേശുക്രിസ്തുവിന് വ്യക്തമായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ടായിരുന്നോ? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്കൊന്ന് കേൾക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ഈ വാക്യങ്ങളൊന്ന് നോക്കിയാട്ടെ. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 37-ാം വാക്യം, ജോൺസ് ഗോസ്പൽ 18:37. പിലാത്തോസ് അവനോട്, എന്നാൽ നീ രാജാവ് തന്നെയോ എന്ന് പറഞ്ഞതിന് യേശു പറഞ്ഞത്, ഞാൻ രാജാവ് തന്നെ. സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ച് അതിനായി ലോകത്തിൽ വന്നുമിരിക്കുന്നു. അപ്പൊ ഞാൻ എന്തിനാ ജനിച്ചത്, ഞാൻ എന്തിനാ ലോകത്തിൽ വന്നിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് യേശുവിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. പലരും പലതും ചോദിച്ചെന്ന് വരാം, ബട്ട് ഹീ ഈസ് വെരി ക്ലിയർ അബൌട്ട് ഹിസ് ഗോൾ, അല്ലേ? മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 38-ാം വാക്യം നോക്കുക. അവിടെ യേശു സുവിശേഷം അറിയിച്ച് ഇങ്ങനെ പോകുമ്പോൾ ചിലരൊക്കെ അവിടെ തന്നെ 2 ദിവസം താമസിക്കണം, 3 ദിവസം താമസിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ കർത്താവിന്റെ മറുപടി എന്താണ്? ഞാൻ അടുത്ത ഊരുകളിലും പ്രസംഗിക്കേണ്ടതാണ്. അവൻ അവരോട്, ഞാൻ അടുത്ത ഊരുകളിലും പ്രസംഗിക്കേണ്ടതിന് നാം അവിടേക്ക് പോക, ഇതിനായിട്ടല്ലോ. ആ പ്രയോഗം കണ്ടോ? ഇതിനായിട്ടല്ലോ ഞാൻ പുറപ്പെട്ടു വന്നിരിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം നോക്കിയാട്ടെ, ഇതേ കാര്യം അവിടെ നമുക്ക് വീണ്ടും കാണാം. ലൂക്ക് 4:42-43. ലൂക്കോസ് 4-ാം അധ്യായത്തിന്റെ 42-43 വാക്യങ്ങൾ. നേരം വെളുത്തപ്പോൾ അവൻ പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്തേക്ക് പോയി. പുരുഷാരം അവനെ തിരഞ്ഞു, അവന്റെ അരികത്ത് വന്നു. തങ്ങളെ വിട്ടു പോകാതിരിക്കുവാൻ അവനെ തടുത്തു. ഒരു മിനിറ്റ് നിർത്തിക്കുക. നമ്മളാണ് എന്ത് ചെയ്തേനെ? ഒരു പുരുഷാരം വന്നിട്ട് ഞങ്ങളെ വിട്ടു പോകരുത്, ഇവിടെ നിൽക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ വെരി ഗുഡ്, നമുക്കിവിടെ ഇത്ര ഒരു വലിയ എണ്ണാൻ പറ്റാത്ത പുരുഷാരം എന്ന് പറഞ്ഞാൽ മൾട്ടിറ്റ്യൂഡ്, അല്ലേ? അപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ കാണും. വിട്ടു പോകരുത്, ഇവിടെ നിൽക്കാൻ പറഞ്ഞപ്പം പിന്നെ നമുക്ക് ഇവിടെ ഒരു സഭയൊക്കെ സ്ഥാപിച്ചിട്ട്. കർത്താവിന്റെ ആൻസർ ഒന്ന് ശ്രദ്ധിച്ചേ. അടുത്ത ലൈനിൽ എന്താ? അവനവരോട്, ഞാൻ മറ്റുള്ള പട്ടണങ്ങളിലും ദൈവരാജ്യം സുവിശേഷിക്കേണ്ടതാകുന്നു, ഇതിനായിട്ടല്ലോ എന്നെ അയച്ചിരിക്കുന്നത്. വെരി ക്ലിയർ അബൌട്ട് ദ ഗോൾ. ഇതിനായിട്ടല്ലോ. ഈ വായിച്ചിടത്തൊക്കെ ഇതിനായിട്ടല്ലോ എന്നുള്ള പ്രയോഗങ്ങൾ കാണുന്നുണ്ടോ? ഞാൻ വന്നിരിക്കുന്ന ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയാണ്. എനിക്ക് അതേക്കുറിച്ച് നല്ല വ്യക്തതയുണ്ട്. കർത്താവിനെ തൻ്റെ ദൗത്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിച്ച സന്ദർഭങ്ങളുണ്ട് കേട്ടോ, ശിഷ്യന്മാരുൾപ്പെടെ. ലൂക്കോസ് 9-ാം അധ്യായത്തിൻ്റെ 51-ാം വാക്യം നോക്കിയാട്ടെ. ലൂക്കോസ് 9:51. അവൻ യെരുശലേമിലേക്ക് യാത്ര ചെയ്യുവാൻ മനസ്സ് ഉറപ്പിച്ചു എന്നവിടെ നാം വായിക്കുന്നുണ്ട്. അവന്റെ ആരോഹണത്തിനുള്ള കാലം തികയാറായപ്പോൾ അവൻ യെരുശലേമിലേക്ക് യാത്രയാവാൻ മനസ്സുറപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ മുകളിലും താഴെയൊക്കെ നിങ്ങൾ വായിച്ചു നോക്കണം. നിനക്ക് അങ്ങനെ ഭവിക്കരുത്, അല്ലേ, അങ്ങനെ വേണ്ട എന്നൊക്കെ പറഞ്ഞ് പലരും അതിൽ നിന്ന് വ്യതിചലിപ്പിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ അവൻ മനസ്സ് ഉറപ്പിച്ചു. ഇത് പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഹി മെയ്ഡ് ഹിസ് ഫേസ് ലൈക്ക് എ ഫ്ലിന്റ്, മോഹൻ തീക്കല്ല് പോലെ ആക്കിയെന്നാണ്. അപ്പം വളരെ നിശ്ചയദാർഢ്യത്തോടെ, ലക്ഷ്യബോധത്തോടെ താൻ എന്തിനു വേണ്ടി ഇറങ്ങി വന്നോ അതിലേക്ക് നടന്നടുക്കുന്ന ഒരു കർത്താവിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് കർത്താവ് പലർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് മാർത്തയെ മറിയ അറിയാമല്ലോ. ലൂക്കോസ് 10-ാം അധ്യായത്തിന്റെ 41-42 വാക്യങ്ങളൊന്ന് നോക്കിയേ. കർത്താവ് അവളോട്,
മാർത്തേ മാർത്തേ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയുമിരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടു, അല്ല ഒന്നു മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് ആരും അവളോട് അപഹരിക്കുകയുമില്ല. അപ്പൊ കർത്താവ് ചെയ്ത കാര്യം മറ്റനേകരും ചെയ്യാനായിട്ട് ആഗ്രഹിച്ചിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്നു മാർത്തേ മാർത്തേ എന്ന് മാറ്റിയിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന പോലെ എഴുതായിരിക്കും അല്ലേ, അല്ലെങ്കിൽ മത്തായിയെ എൻ്റെ പേര് പറഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. അവിടെ പേര് വെച്ചിട്ട് നമ്മളുടെ പേരൊക്കെ പറഞ്ഞിട്ട് നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു. അതാണ് ഇന്നത്തെ പ്രശ്നം. സുവിശേഷം അറിയിക്കണം, സഭ സ്ഥാപിക്കണം, പ്രശ്നം പരിഹരിക്കണം, പണം കൊണ്ട് കൊടുക്കണം, ഉപദേശം കൊടുക്കണം, എഴുത്തെഴുതണം, പലതിനെ ചൊല്ലി മിനിസ്ട്രി പ്രോബ്ലംസ് ആണ് അല്ലേ. വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു. എന്നിട്ട് കർത്താവ് പറഞ്ഞു, ഇല്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അല്പമേ വേണ്ടു, അല്ല ഒന്നു മതി. അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വൺ തിങ് ഐ ഡു, ഒന്നു മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അതാരും അവളോട് അപഹരിക്കുകയുമില്ല. ദാവീദിനെ പരിചയമുണ്ടെങ്കിൽ 27-ാം സങ്കീർത്തനത്തിന് 4-ാം വാക്യം അറിയാമോ? ദാവീദ് പറയുകയാണ്, ദാവീദ് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തയാളാ. രാജഭരണം നടത്തി, യുദ്ധങ്ങൾ നടത്തി, സങ്കീർത്തനം രചിച്ചു ഇല്ലേ. അദ്ദേഹം പറയുകയാണ്, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ ഒരു കാര്യം അപേക്ഷിച്ചു. ഒരു കാര്യം കണ്ടോ, അതാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയ്ക്ക്. ഒരു കാര്യം വായിച്ചോ, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിക്കുവാനും എന്റെ ആയുഷ്കാലം ഒക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിനും തന്നെ. യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണത്? ഈ യുദ്ധം ചെയ്തപ്പോഴും ആലയം പണിതപ്പോഴും അല്ലേ, ഭരണം നടത്തിയപ്പോഴും സങ്കീർത്തനം എഴുതിയപ്പോഴും ഒക്കെ അദ്ദേഹം ചെയ്തത് ഒരൊറ്റ കാര്യമാണ്, യഹോവയുടെ മനോഹരത്വം കാണുവാൻ, അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാൻ, ആയുഷ്കാലമൊക്കെ യഹോവയുടെ ആലയം എന്ന് പറഞ്ഞാൽ അവനോട് കൂടെ ഇരിക്കേണ്ടതിനായിട്ട്. അപ്പം ഇങ്ങനെ ഒരു വൺ തിങ്, ഒരു കാര്യം നമ്മുടെയൊക്കെ ഉള്ളിൽ വേണ്ടതാണ്. നമുക്ക് തിരിച്ച് പൗലോസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വായിച്ച വാക്യത്തിലേക്ക് ഒന്നുകൂടെ വരാം. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. ഇതിങ്ങനെ ഒരു സ്ഥലത്തൊന്നും അല്ല, പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് 1-2 വാക്യങ്ങളോട് വായിച്ചിട്ട് ആ വാക്യത്തിലേക്ക് തിരിച്ചു വരാം. 2 കൊരിന്ത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ പറയുകയാണ്, അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. അപ്പൊ ഒരു ക്ലിയർ ഗോൾ ഉണ്ട് കണ്ടോ. ഞാൻ ജീവിച്ചിരുന്നാലും മരിച്ചാലും എനിക്ക് അവനെ പ്രസാദിപ്പിക്കണം. ചില ട്രാൻസ്ലേഷൻസൊക്കെ ഇറ്റ് ഈസ് അവർ ആംബിഷൻ, ഇറ്റ്സ് അവർ ഗോൾ എന്ന് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവനെ പ്രസാദിപ്പിക്കണം, അവന് വേണ്ടി ജീവിക്കണം എന്നുള്ളത് മാത്രമാണ്. ഇങ്ങനെ പല സന്ദർഭങ്ങളിലും പൗലോസിന് വ്യക്തതയുണ്ട്. 1 കൊരിന്ത്യ ലേഖനം 2:2 പ്രസംഗത്തിനൊരു അവസരം വന്നപ്പോൾ അദ്ദേഹം പറയുന്നത്, ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനെ അല്ലാതെ, വായിക്കാം, ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. അപ്പം പൗലോസിന് എന്തൊരു ക്ലാരിറ്റി ആണെന്നുള്ളത് നോക്കി. തൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് യേശുവിന് ക്ലാരിറ്റി ഉണ്ട്, ദാവീദിന് ക്ലാരിറ്റി ഉണ്ട്, പൗലോസിന് ക്ലാരിറ്റി ഉണ്ട്, നമുക്കും അങ്ങനെ ഒരു ക്ലാരിറ്റി ആവശ്യമാണ്. ഫിലിപ്പി ലേഖനത്തിൽ നിന്നാണ് നാം ഇപ്പോൾ പ്രധാനമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പൗലോസിൻ്റെ യാത്രകളെക്കുറിച്ചും ഒക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് പൗലോസിനെ എങ്ങാണ്ടൊന്ന് കിട്ടിയിരുന്നെങ്കിൽ പൗലോസിനോട്, വൈ ആർ യു ട്രാവലിംഗ് ടു മച്ച്, നിങ്ങൾ എന്തിനാണ് ഇത്ര അധികം യാത്രകൾ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ മറുപടി എന്തായിരിക്കും? എനിക്ക് ഈ സ്ഥലങ്ങളെല്ലാം കാണാനായിട്ട് ഞാൻ നടക്കുകയാണ് എന്നാണോ അദ്ദേഹം പറയുന്നത്? അല്ല, ഐ ട്രാവൽ ഫോർ ക്രൈസ്റ്റ്, ഞാൻ സഞ്ചരിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടിയാണ്. നിങ്ങൾ എന്തിനാണ് ഇത്രയധികം കഷ്ടത അനുഭവിക്കുന്നത് ചോദിച്ചാൽ അദ്ദേഹം പറയും, ക്രിസ്തു നിമിത്തം. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ക്രൈസ്റ്റ്. തൻ്റെ യാത്രകൾ കർത്താവ് നിമിത്തം, തൻ്റെ കഷ്ടതകൾ ക്രിസ്തു നിമിത്തം. പൗലോസ് സംസാരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സംസാര വിഷയം ക്രിസ്തു. അദ്ദേഹം എഴുതുകയാണെങ്കിൽ ആ എഴുത്തിൽ പ്രധാനപ്പെട്ട വിഷയം ക്രിസ്തു. അപ്പം യാത്രകളിലാകട്ടെ, കഷ്ടതയിലാകട്ടെ, പ്രസംഗത്തിലാകട്ടെ, എഴുത്തിലാകട്ടെ ഒക്കെ നിറഞ്ഞു നിൽക്കുന്നത് ക്രിസ്തു. നമ്മൾ ഫിലിപ്പി ലേഖനമാണ് പരിശോധിച്ച് തുടങ്ങിയത്. അവിടെ നിന്നാണ് ഒരു വാക്യം എടുത്തത്. നിങ്ങൾ ഫിലിപ്പി ലേഖനം 4 അധ്യായങ്ങളേ ഉള്ളൂ. അത് ആകമാനം വായിക്കുകയാണെന്നുണ്ടെങ്കിൽ 40 പ്രാവശ്യം ക്രിസ്തു എന്നുള്ള പ്രയോഗം നിങ്ങൾക്ക് കാണാം. എഫേസ്യ ലേഖനം വായിക്കുകയാണെങ്കിൽ ഇൻ ഹിം, അവനിൽ എന്നുള്ളത് 40-ലധികം പ്രാവശ്യമായി എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ പൗലോസിൻ്റെ ഉള്ളിൽ എന്താ ഇരുന്നതെന്നുള്ളത് മനസ്സിലാവുന്നുണ്ടോ? വൺ തിങ് എന്താണ്? ക്രൈസ്റ്റ്. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു,
ആ ഒരൊറ്റ കാര്യമാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇരുന്നത്. ഫിലിപ്പി ലേഖനത്തിൽ 4 അധ്യായങ്ങളുണ്ട്. അതിൻ്റെ വിഷയം നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. അതൊന്ന് തിരിച്ചു നോക്കുകയാണെങ്കിൽ 1:21 പറഞ്ഞു എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, 2:5 പറഞ്ഞു ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ, 3:9 പറഞ്ഞു ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിന് അവനിൽ ഇരിക്കേണ്ടതിന്, 4:13 പറഞ്ഞു എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. അപ്പോൾ എല്ലാ അധ്യായത്തിലും ക്രിസ്തുവാണ് കേട്ടോ. അതുകൊണ്ട് ദ വൺ തിങ് ഫോർ പോൾ ഈസ് ജീസസ് ക്രൈസ്റ്റ്, അല്ലേ? അപ്പോസ്തലനായ പൗലോസിൻ്റെ ഒന്ന് ഞാൻ ചെയ്യുന്നു, 1 എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു ആണ്. അതുകൊണ്ട് നമുക്ക് ഈ ഫിലിപ്പി ലേഖനം വഴി നിങ്ങൾ മൊത്തത്തിലൊന്ന് സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പൗലോസിൻ്റെ ആത്മദാഹം കാണാനായിട്ട് സാധിക്കും. ഇപ്പം മുഴുവൻ സമയം നമുക്കത് കൂടി സഞ്ചരിക്കാനില്ലല്ലോ. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഹൃദയവാഞ്ച, ദ സോൾ ക്വസ്റ്റ് ഓഫ് പോൾ എന്ന് വേണമെങ്കിൽ പറയാം, ഓർ ദി ആംബിഷൻ ഓഫ് ദ ഹാർട്ട് ഓഫ് പോൾ. പൗലോസിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം, ഹൃദയത്തിൻ്റെ വാഞ്ച എന്താണെന്നുള്ളത് നമുക്ക് കാണാം. നമ്മൾ വായിച്ച ഭാഗം എന്ന് പറഞ്ഞാൽ ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. ആ ഭാഗത്തേക്ക് വന്നാൽ തൻ്റെ ഹൃദയവാഞ്ച നമുക്ക് കാണാൻ കഴിയും. ഒരു 7 കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. 1 ഞാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞതിനോടുള്ള ബന്ധത്തിൽ അറ്റ്ലീസ്റ്റ് 7 തിങ്സ്, 7 എന്ന് പറയുന്നത് ഒരു പൂർണ്ണതയുടെ നമ്പറും കൂടെ ആണല്ലോ. അപ്പോൾ അതവിടെ 7 തിങ്സ് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. 1, 8-ാം വാക്യം, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിന്. 9-ാം വാക്യം ക്രിസ്തുവിനെ നേടേണ്ടതിന്. ഞാൻ ക്രിസ്തുവിനെ, 9-ാം വാക്യമാണ്, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിന്. that I may win Christ. മനസ്സിലായോ? that I may win Christ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ക്രിസ്തു പൗലോസിനെ നേടി, അങ്ങനെയല്ലേ നമ്മൾ പറയുന്നത്? ക്രിസ്തു ആരെ നേടി? പൗലോസിനെ നേടി. ഇപ്പോൾ പൗലോസ് പറയാണ് എനിക്ക് ക്രിസ്തുവിനെ നേടണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ ക്രിസ്തു എന്നെ പിടിച്ചപ്പോഴാണ് ക്രിസ്തു ആരാണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. അതുവരെ ഞാൻ മനസ്സിലാക്കിയില്ലായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ എല്ലാ ദിവസവും എൻ്റെ ഹൃദയത്തിൻ്റെ വാഞ്ച എന്താണെന്ന് ചോദിച്ചാൽ ഐ വോണ്ട് മോർ ഓഫ് ക്രൈസ്റ്റ്. എനിക്ക് ക്രിസ്തുവിനെ കൂടുതൽ വേണം, എനിക്ക് അവനെ കൂടുതൽ പ്രാപിക്കണം എന്നുള്ളതാണ് എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിന്. അതേ വാക്യത്തിൽ നമ്മൾ പിന്നെയും വായിക്കുകയാണ് അവനിൽ ഇരിക്കേണ്ടതിന്. 9-ാം വാക്യത്തിൽ തന്നെ നോക്കിയാട്ടെ, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിങ്കിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിന്. that I may be found in him blameless and complete. എന്ന് പറഞ്ഞാൽ ഈ ക്രിസ്തുവിനെ നേടി ക്രിസ്തുവിൻ്റെ കൂടെ വന്ന ആളുകൾക്കൊക്കെ പിന്നെ ക്രിസ്തുവിൽ ഇരിക്കാൻ നേരമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ യാത്രയും മറ്റു പരിപാടികളൊക്കെ ആണല്ലോ. അതുകൊണ്ട് ക്രിസ്തുവിൽ ഇരിക്കാൻ നേരമില്ല. അവർ സ്വന്തം കാഴ്ചപ്രകാരം സ്വന്തം നീതിയൊക്കെ സ്ഥാപിച്ച് സ്വന്തം വഴിക്കങ്ങ് പോവുകയാണ്. എന്നാൽ പൗലോസ് പറയുന്നത് അങ്ങനെ ഒരു ഡേഞ്ചർ ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലക്ഷ്യം തെറ്റിക്കുന്ന പിശാചിൻ്റെ തന്ത്രം ഉണ്ടെന്നറിയാം. അതുകൊണ്ട് എൻ്റെ സ്വന്തം കാഴ്ചപ്പാടല്ല, എൻ്റെ സ്വന്തം നീതിയല്ല, വിശ്വാസനീതി തന്നെ ലഭിച്ച് അവനിൽ കുറ്റമില്ലാത്തവനും തികഞ്ഞവനുമായി ഇരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ബ്ലെയിംലെസ് ആൻഡ് കംപ്ലീറ്റ്, ഐ മേ ബി ഫൗണ്ട് ഇൻ ഹിം. അല്ലേ? എനിക്ക് ക്രിസ്തുവിനെ നേടണം, എനിക്ക് അവനിൽ ഇരിക്കണം. 3-ാമതായിട്ട് 10-11 വാക്യങ്ങളിൽ അവനെ അറിയണം. 10-ാം വാക്യത്തിൽ അവനെയും എന്നൊരു പ്രയോഗമുണ്ട്. അവനെയും, അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും. ഇപ്പം ഇംഗ്ലീഷ് ബൈബിളിൽ നിങ്ങൾക്ക് നോയിങ് ഹിം, that I may know him. അവനെയും താഴോട്ട് വരുമ്പം അറിയേണ്ടതിന് എന്നുണ്ട്. പല കാര്യങ്ങളുണ്ട്. അതിൽ 1-ാമത് അവനെ അറിയേണ്ടത്. മനസ്സിലായോ? അപ്പോൾ അവനെ നേടണം, അവനിൽ ഇരിക്കണം, അവനെ അറിയണം. that I may know him. അനുദിനം അവനെ കൂടുതൽ അറിയണം, അനുഭവിച്ചറിയണം. there are degrees of knowing him. അവനെ അറിയുന്നതിന് പുതിയ തലങ്ങളുണ്ടെന്ന്. ഇന്നലത്തേക്കാൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഡെയിലി എന്ന് പറഞ്ഞില്ലേ, ഇന്നലെ അറിഞ്ഞതിനേക്കാൾ അനുഭവിച്ചതിനേക്കാൾ പുതിയൊരളവിൽ ഇന്ന് അവനെ അറിയാൻ. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ പുതുവത്സര സന്ദേശമാണ് കേൾക്കുന്നത്. കഴിഞ്ഞ വർഷം 23-ൽ അനുഭവിച്ചതിനേക്കാൾ ഒരു പടി മുന്നോട്ട് കടന്ന് ക്രിസ്തുവിനെ അനുഭവിക്കണം. അല്ലാതെ ഭൗതിക നന്മകളല്ല അനുഭവിക്കേണ്ടത്. ഈ വർഷം നമുക്ക് അവനെ നേടണം, അവനിൽ ഇരിക്കണം, അവനെ കുറച്ചുകൂടെ അടുത്ത് അറിയണം. അനുദിനം വർഷങ്ങൾ കഴിയുന്ന, അതുകൊണ്ട് ആണ്ടുകൾ കഴിയും മുമ്പ് എന്ന് പറഞ്ഞത്. ഓരോ ദിവസവും അവനെ കൂടുതൽ അറിയണം, അതിൻ്റെ പുതിയ തലങ്ങളിലേക്ക് പ്രവേശിക്കണം. 4-ാമതായിട്ട് 10-11 വാക്യങ്ങളിൽ അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ചറിയണം. അവനെ അറിയണം, അവനിൽ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അതിനെന്തുണ്ട്? കഷ്ടാനുഭവങ്ങളുണ്ട്. ക്രിസ്തുവിൽ കഷ്ടാനുഭവങ്ങളുണ്ട്. 10-11 വാക്യങ്ങൾ മുഴുവൻ കൂടെ നമുക്ക് വായിക്കാം. അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട്
അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയണം. അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ചറിയണം. That I may know the fellowship of his suffering. മനസ്സിലായോ? അവൻ്റെ കഷ്ടതകളുടെ ഒരു കൂട്ടായ്മ. ഇന്നും പലർക്കും ആഗ്രഹമില്ലാത്തൊരു കാര്യമാണ്, കഷ്ടത വേണ്ടെന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? എ ലൈഫ് കോൺസിക്രേറ്റഡ് ടു ഹിം. അവന് പൂർണ്ണമായിട്ട് സമർപ്പിതമായിട്ടുള്ളൊരു ജീവിതം. കൺഫോമബിൾ ടു ഹിസ് ഡെത്ത്. അവന് പൂർണ്ണമായിട്ട് സമർപ്പിച്ചതെന്ന് പറയുമ്പോൾ അത് മരണത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാൻ ദിവസേന മരിക്കുന്നു, ഞാൻ അവൻ്റെ മരണത്തെ ചുമന്നുകൊണ്ടാണ് നടക്കുന്നത്. നിങ്ങളിൽ ജീവൻ, ഞങ്ങളിൽ മരണം. അപ്പോൾ ക്രിസ്തു മരിച്ചിട്ട് നമുക്ക് ജീവൻ തന്നതുപോലെ നാം നമ്മുടെ സ്വയത്തിന് ദിവസേന മരിക്കേണ്ടതാണ്. അതാണ് അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ചറിയാൻ. ഇതൊക്കെ നമുക്ക് വിശദീകരിച്ച് ഈ വർഷം പഠിക്കാനുള്ളതാണ്. അതുകൊണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓർക്കുക. ക്രിസ്തുവിനെ നേടണം, അവനിൽ ഇരിക്കണം, അവനെ അറിയണം, അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ചറിയണം. ആ വാക്യങ്ങൾ ഒരു പ്രാവശ്യം കൂടെ വായിക്കുകയാണെങ്കിൽ, അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി അനുഭവിച്ചറിയണം. അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി, അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി അനുഭവിച്ചറിയണം. അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി അനുഭവിച്ചറിയണം. That I may know the power of his resurrection. അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി എനിക്ക് അനുഭവിച്ചറിയണം എന്നുള്ളതാണ് the one thing. Power of the gospel is the risen Christ. അല്ലേ? സുവിശേഷത്തിന്റെ ശക്തി എന്ന് പറയുന്നത് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തുവാണ്. അപ്പോസ്തലൻ പറഞ്ഞല്ലോ, 1 കൊരിന്ത്യർ ലേഖനം 15-14-17 വാക്യങ്ങളിൽ, അവൻ ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം. അപ്പം സുവിശേഷത്തിന്റെ ശക്തി ഇരിക്കുന്നത് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, ഇന്നും ജീവിക്കുന്നു എന്നുള്ളതാണ്. ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. ഈ ഉയർപ്പിലാണ് സുവിശേഷത്തിന്റെ ശക്തി മുഴുവൻ ഇരിക്കുന്നത്. എനിക്ക് ആ പുനരുത്ഥാനത്തിന്റെ ശക്തി അനുഭവിച്ച് അറിയണം. 12-ാം വാക്യത്തിൽ വീണ്ടും നാം വായിക്കുകയാണ്, ലഭിച്ചു കഴിഞ്ഞുവെന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട്, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ. അത് പിടിക്കാമോ എന്ന് പറഞ്ഞാൽ അവനെ പിടിക്കാമോ എന്നാ കേട്ടോ. അവൻ എന്നെ പിടിച്ചിരിക്കുന്നത് കൊണ്ട് എനിക്ക് അവനൊപ്പം ചെല്ലാനായിട്ട് അവനെ പിടിക്കാമോ എന്ന് പറഞ്ഞാൽ അവനെ പോലെ ഒന്ന് ആകാൻ പറ്റുമോ? That I may apprehend that for which also I am apprehended. അവൻ എന്നെ പിടിച്ചു. എന്തിനു വേണ്ടിയാണോ എന്നെ അവൻ പിടിച്ചത്? ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനായിട്ട്. ക്രിസ്തുവിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? എന്നെ പിടിച്ചെടുത്തപ്പോൾ എന്തായിരുന്നു അവൻ്റെ ലക്ഷ്യം? എന്നെ അവനെ പോലെ ആക്കണമെന്നുള്ളതായിരുന്നു, അല്ലേ? അവൻ്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുത്തണം. അപ്പം ആ ലക്ഷ്യത്തിൽ എനിക്ക് എത്തിച്ചേരണം. ഞാൻ അവനെ പിടിക്കാൻ നടക്കുക. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നുണ്ട്, ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ the one thing that I am concerned about is I want to apprehend that thing which apprehended me. എന്നെ പിടിച്ചത് എന്താണോ അതെനിക്ക് പിടിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. 6 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. 7-ാമതായിട്ട് 14-ാം വാക്യത്തിൽ, പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. വിരുദ് എന്നുള്ളതാണ്. That I may gain the prize of the high calling of God in Christ Jesus. അതായത് എനിക്ക് ഒരു വിരുദുണ്ട്, എനിക്കൊരു പ്രൈസ് ഉണ്ട്. അപ്പോൾ അത് കിട്ടുന്നതിനായിട്ട് ഒരു സമ്മാനം വെച്ചിട്ടുണ്ടെന്ന്, ഒരു ലക്ഷ്യമുണ്ട്. അപ്പോൾ ലക്ഷ്യത്തിലെത്തിയാൽ ഒരു സമ്മാനമുണ്ട്. അതെന്താണ്? നഷ്ടപ്പെട്ട തേജസ്, ക്രിസ്തുവിനെ പോലെ ആയിത്തീരുന്ന ഒരു അനുഭവം അവിടെ എത്തിച്ച്. അപ്പോൾ 7 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിന്, അവനിൽ ഇരിക്കേണ്ടതിന്, അവനെ അറിയേണ്ടതിന്, അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ചറിയുവാൻ, അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി അനുഭവിച്ചറിയാൻ, എനിക്ക് എന്നെ പിടിച്ചവനെ പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നു. ഞാൻ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. നമുക്ക് ഈ വർഷം ഓരോന്നോരോന്ന് പഠിക്കാൻ സമയം കിട്ടുകയാണെങ്കിൽ വിശദീകരിക്കാവുന്നതാണ്. ഈ ഒരു ആഗ്രഹമാണ് പൗലോസിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത്. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ, that I may win Christ, that I may found in him, that I may know him, that I may know the fellowship of his suffering, that I may know the power of his resurrection, that I may apprehend that for which also I am apprehended, that I may gain the prize of the high calling of God in Christ Jesus. അല്ലെങ്കിൽ ചുരുക്കം പറഞ്ഞാൽ all because of him. എല്ലാം ക്രിസ്തു, എല്ലാം അവൻ നിമിത്തം എന്നുള്ളതാണ് പൗലോസിന് പറയാനായിട്ടുള്ളത്. ഒരു അത്ലറ്റിക് ടൈമാകട്ടോ. അതായത് ഒരു കായിക താരത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, ട്രെയിനിങ്, ഡിസിപ്ലിനിങ്, ലക്ഷ്യം ഒക്കെ എന്തിനാണ് മനസ്സൊക്കെ ഉറപ്പിച്ച് അങ്ങനെ പോകുന്നതെന്ന് ചോദിച്ചാൽ, എനിക്ക് ആ പ്രൈസ് കിട്ടണം, ആ ഗോൾഡ് മെഡൽ കിട്ടണം. ഈ ഒരു ആഗ്രഹം പൗലോസിൻ്റെ ഉള്ളിലുണ്ട്. ദിസ് ഈസ് ആക്ച്വലി എ ക്വസ്റ്റ്യൻ ഓഫ് പ്രയോറിറ്റി. നമ്മുടെ ഉള്ളിൽ മുൻഗണന എന്ന് പറയുന്ന ഒരു പ്രധാന കാര്യം ഇവിടെ ഉണ്ട്, അല്ലേ? മുമ്പേ
അവൻ്റെ രാജ്യവും നീതിയും. മുമ്പേ ഒന്നാമത് ഞാൻ എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് എന്ന് ഓർക്കുക. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് കാണിച്ചു തന്നൊരു മാതൃക ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളാകുവിൻ എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടാകുമല്ലോ. അപ്പോൾ യേശു 12 വയസ്സുള്ള സമയത്ത് തന്നെ നമ്മളോട് പറഞ്ഞൊരു കാര്യം ലൂക്കോസ് 2-ാം അധ്യായത്തിൻ്റെ 49-ാം വാക്യത്തിൽ നാം കാണുന്നത്, എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടതല്ലയോ. നിങ്ങളെന്തിനാ എന്നെ അന്വേഷിച്ച് വന്നതെന്നാണ് ചോദിച്ചത് അല്ലേ? നിങ്ങളുടെ കൺസേൺ എനിക്ക് മനസ്സിലാകുന്നു, പക്ഷേ എൻ്റെ ലക്ഷ്യം, എൻ്റെ ഗോൾ എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് 12-ാം വയസ്സിൽ തന്നെ യേശുവിന് അറിയാമായിരുന്നു. യേശു പറഞ്ഞല്ലോ 2:49 ലൂക്കോസ്, എന്നെ തിരഞ്ഞതെന്തിന്? എന്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടതെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? എന്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത് അറിയുന്നില്ലേ എന്നാണ് ചോദിച്ചത്. യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തില്, എനിക്ക് സ്വതവേ ഒന്നും ചെയ്യാൻ കഴിയുന്നതല്ല, ഞാൻ എൻ്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവന്റെ ഇഷ്ടം അത്രേ ചെയ്യുവാൻ ഇച്ഛിക്കുന്നത്. എനിക്ക് സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയുന്നതല്ല, ഞാൻ കേൾക്കുന്നത് പോലെയല്ല ന്യായം വിധിക്കുന്നു. ഞാൻ എന്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവന്റെ ഇഷ്ടം അത്രേ ചെയ്യുവാൻ ഇച്ഛിക്കുന്നത് കൊണ്ട്. അപ്പൊ ഈ മാതൃക യേശു കാണിച്ചു തരുന്നത് നോക്കി. 6:38 വായിച്ച്, യോഹന്നാൻ 6:38, ഞാൻ എൻ്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവന്റെ ഇഷ്ടം അത്രേ ചെയ്യുവാൻ. ദ വൺ തിങ്, മനസ്സിലായോ? 6:38, ഞാൻ എന്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവന്റെ ഇഷ്ടം അത്ര ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. 7:16 പറയാണ്, എൻ്റെ ഉപദേശം എന്റേതല്ല, എൻ്റെ ഉപദേശം എന്നെ അയച്ചവൻ്റെതത്രേ. ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഈ കാര്യം വരുന്നുണ്ട്. എൻ്റെ ഉപദേശം എന്റേതല്ല, എന്നെ അയച്ചവൻ്റെതത്രേ. 8:29 അറിയാമല്ലോ, എന്നെ അയച്ചവൻ എന്നോട് കൂടെ ഉണ്ട്, ഞാൻ എപ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല. എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്, ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല. അപ്പൊ എന്റെ ചുരുക്കം എന്താ വെച്ചാൽ, ജീസസ് ക്രൈസ്റ്റ് വാസ് ഓൾവേസ് ഫുൾ ഓഫ് ദ ഫാദർ. പിതാവിൽ തന്നെ, പിതാവും പുത്രനും കൂടെ ഒരുമിച്ചിരിക്കാൻ ശ്രമിച്ചതുപോലെ പൗലോസ് യേശുവിന്റെ കൂടെ ഇരിക്കാനായിട്ട്. കാരണം യേശു പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. യോഹന്നാൻ 15:5 എന്നെ പിരിഞ്ഞ്. അപ്പൊ പൗലോസിന്റെ വൺ തിങ് എന്ന് പറയുന്നത്, യേശുവിനെ പിരിയാതെ യേശുവിൻ്റെ കൂടെ ഈ പ്രവൃത്തികളുടെയൊക്കെ നടുവിൽ പിരിഞ്ഞു പോകാൻ കേട്ടോ. നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങളിലേക്കൊക്കെ മാറുമ്പോൾ ക്രിസ്തുവിൽ നിന്ന് അകന്നു പോകാനുള്ളൊരു സാധ്യത ഉള്ളതുകൊണ്ട്, വാട്ട് വാസ് ദ വൺ തിങ് ദാറ്റ് ഹി വാണ്ടഡ് ടു ഡു? അവൻ യേശുവിനെ പിരിയാതെ, അല്ലേ, അവനെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് അവനെ പിരിയാതെ ഇരിക്കാൻ, അവനെ നേടാൻ, അവനിൽ ഇരിക്കാൻ, അവനെ അറിയാൻ, അവൻ്റെ കഷ്ടാനുഭവങ്ങൾ, പുനരുദ്ധാനം ഒക്കെ അനുഭവിച്ചറിയാനായിട്ട്, ക്രിസ്തുവിനാൽ നിറഞ്ഞിരിക്കുന്നതിനായിട്ട് പൗലോസ് ചിന്തിച്ചു, ആഗ്രഹിച്ചു. അതിനുവേണ്ടിയാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അനേകം കാര്യങ്ങൾ ചെയ്യുന്നതിനിടയ്ക്ക് വാസ്തവത്തിൽ പൗലോസ് ഒരു കാര്യം മാത്രമേ ചെയ്തുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒന്ന് ഞാൻ ചെയ്യുന്നു. ഈ എമേഴ്സൺ എന്ന് പറയുന്ന ചിന്തകൻ പറഞ്ഞിട്ടുണ്ട്, ദ വേൾഡ് മേക്സ് വേ ഫോർ ദ മാൻ ഹു നോസ് വെയർ ഹീ ഈസ് ഗോയിങ്. ഈ ലോകം ആർക്ക് വേണ്ടിയാണ് വഴിമാറുന്നത്? എവിടേക്ക് പോകുന്നു എന്ന് നിശ്ചയമുള്ള ആൾക്ക് വേണ്ടി ലോകം വഴിമാറും. നമുക്ക് എങ്ങോട്ടാണ് പോകുന്നതെന്ന് യാതൊരു നിശ്ചയവും ഇല്ലെങ്കിൽ നമുക്ക് വേണ്ടി ആരും വഴിമാറുകയില്ല. നമ്മൾ വഴി ഉണ്ടാക്കാൻ കിടന്ന് വിഷമിക്കേണ്ടി വരും. പക്ഷെ ചില ആളുകളുടെ സഞ്ചാരവും പോക്കും കണ്ടാൽ നമുക്കറിയാം, അവരെങ്ങോട്ടാണ് പോകുന്നതെന്ന് അവർക്ക് നല്ല നിശ്ചയമുണ്ട്, ലോകം അവർക്ക് വേണ്ടി വഴിമാറും. നമുക്കങ്ങനെ ഒരു നിശ്ചയം വേണം. എഡിസനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എഡിസൺ ഇങ്ങനെ ഒരിക്കൽ പറഞ്ഞു, പീപ്പിൾ ഡു ഇറ്റ് അബൌട്ട് എ ഗ്രേറ്റ് മെനി തിങ്സ്, ഐ ഡു ഇറ്റ് അബൌട്ട് വൺ, ദാറ്റ് ഈസ് എ സീക്രട്ട്. ആളുകൾ അനേകം കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു, ചുക്കില്ലാത്ത കഷായമില്ലെന്ന് പറഞ്ഞതുപോലെ എല്ലാത്തിലും ചെന്ന് തലയിടാനായിട്ട് ശ്രമിക്കുന്നു, ഞാൻ ഒന്നു മാത്രം ചെയ്യുന്നു. അങ്ങനെ ഇപ്പോൾ ജീവിതത്തിൽ വിജയം കൊയ്ത ബൈബിളിലുള്ള ആളുകൾ മാത്രമല്ല, അല്ലാത്ത ആളുകളും പറയുന്നുണ്ട്, എൻ്റെ പ്രവർത്തനത്തിൻ്റെ വലിയ രഹസ്യം എന്താണെന്ന് ചോദിച്ചാൽ, ആളുകളെല്ലാം ചെയ്യാൻ ശ്രമിക്കുന്നു, ഞാൻ ഒരു കാര്യം മാത്രം ചെയ്യാൻ ശ്രമിക്കുന്നു. ആ കാര്യത്തിൽ അദ്ദേഹം എത്തിച്ചേർന്നു. അതുകൊണ്ട് നമുക്കങ്ങനെ ഈ വിജയം എന്ന് പറയുന്നത് വാസ്തവത്തിൽ എങ്ങനെ ലഭിക്കുന്നത്? അതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ദ ട്രബിൾ ലൈസ് in the fact that people do not have one object. ആളുകൾക്ക് ഒരു ലക്ഷ്യം ഇല്ല. one thing to which they have to stick. ഒരെണ്ണം മാത്രം പിടിച്ചു വെക്കുക, ബാക്കിയൊക്കെ പോട്ടെ എന്ന് വെക്കണം. അപ്പം അങ്ങനെയാണ് നമ്മൾ പിടിക്കേണ്ടത്. എന്താ? ഞാൻ പിടിക്കാൻ ആഗ്രഹിക്കുന്ന പോലെ ക്രിസ്തു, അവൻ എന്നെ പിടിച്ചു, എനിക്ക് അവനെ പിടിക്കണം. അവനെ വിട്ടിട്ട് ഒരു പരിപാടിയില്ല. അവനോട് ക്ലിങ്ങിങ് ഓൺ. കർത്താവായ യേശു ക്രിസ്തു ഈ പർവ്വത പ്രസംഗം സമാഹരിച്ച സമയത്ത് പറഞ്ഞൊരു കാര്യം പരിശോധിക്കണം കേട്ടോ. മത്തായി 7-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 23 വരെ, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവനേവനുമല്ല. അങ്ങനെ ഒത്തിരി പേരുണ്ട്, കർത്താവേ കർത്താവേ എന്ന് പറയുന്നു, ഒരുപാട് പ്രവർത്തിക്കുന്നു, പ്രവചിക്കുന്നു, വീര്യപ്രവൃത്തികൾ ചെയ്യുന്നു, അല്ലേ? വാക്യങ്ങളൊന്നും വായിച്ച 21. എന്നോട്
കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, ആ സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പോകുവിനെന്ന് തീർത്തു പറയും. ഈ വാക്യങ്ങൾ വളരെ പരിചിതമാണ്. ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ 21, 23 വാക്യങ്ങൾ നോക്കിയാൽ കർത്താവേന്ന് വിളിക്കുകയും പ്രാർത്ഥന കൂടുകയും ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. പിതാവിൻ്റെ ഇഷ്ടം അറിയണം, അല്ലേ? പിതാവിൻ്റെ ഇഷ്ടം അറിയണം. 23 വാക്യത്തിൽ പറഞ്ഞത്, നമ്മൾ ഒരുപാട് പ്രവചിച്ചു, വീര്യപ്രവൃത്തികൾ ചെയ്തൊന്നും കാര്യമില്ല, യേശുവിനെ അറിയണം. ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. യേശുവിനെ അറിയാതെയും ഈ പരിപാടികളൊക്കെ നടത്താം. മനസ്സിലായോ? കർത്താവ് അങ്ങനെയല്ലേ പറഞ്ഞത്? പ്രവൃത്തികളൊന്നും നിഷേധിച്ചില്ല, ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടൊന്നും നിഷേധിച്ചില്ല, എന്നാൽ ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇവിടെ നമ്മൾ പഠിക്കേണ്ട കാര്യം, ഇറ്റ്സ് നോട്ട് ഡൂയിങ് ബട്ട് ബീയിങ് എന്ന് പറയും. നമ്മൾ പ്രവർത്തിച്ചു കൂട്ടുന്നതിലല്ല, നാം രൂപപ്പെടേണ്ടതുപോലെ ആകേണ്ടതുപോലെ ആകണം. അതിനൊരു ലക്ഷ്യം നമുക്ക് വേണം. ആ ലക്ഷ്യം എന്താണ്? ക്രിസ്തു എന്നെ പിടിച്ചു, എനിക്ക് അവനെ പിടിക്കണം, അവനെ പോലെ ആകണം, അവനിലിരിക്കണം, അവനെ അറിയണം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഡു യു നോ വെയർ യു ആർ ഗോയിങ്? നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾക്ക് അങ്ങനെ ഒരു വ്യക്തമായിട്ടുള്ള ലക്ഷ്യമുണ്ടോ? മിക്കവാറും ഈ പുതിയൊരു അവസരത്തിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ കൊള്ളാവുന്നൊരു കാര്യമാണ്, ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്, എൻ്റെ ലക്ഷ്യം എന്താണ്? എങ്ങോട്ടാണ് പോകുന്നത് ചോദിക്കുമ്പോൾ പലരും പറയും, പിന്നെ എനിക്കറിയാം, ഞാൻ സ്വർഗത്തിലേക്കാണ് പോകുന്നത്. ഞാനിതിന് മുമ്പ് ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതുപോലെ, ഈവൻ ഹെവൻ ഈസ് നോട്ട് എ ഡെസ്റ്റിനേഷൻ, ഇറ്റ് ഈസ് ഓൺലി എ മോട്ടിവേഷൻ. സ്വർഗമെന്ന് പറയുന്നത് പോലും നമുക്കൊരു പ്രചോദനം മാത്രമാണ്, നാം എത്തിച്ചേരാൻ പോകുന്ന സ്ഥലമല്ല. 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ ഇങ്ങനെ നാം എപ്പോഴും സ്വർഗത്തിലിരിക്കുമെന്നല്ല പറഞ്ഞത്, ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കുമെന്നാണ് പറഞ്ഞത്. 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരെ നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. കർത്താവ് ഇരിക്കുന്നിടമാ സ്വർഗം. അതുകൊണ്ട് ഞാൻ സ്വർഗത്തിൽ പോകുന്നു എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ കൂടെ ഇപ്പം ഇരിക്കാൻ പഠിക്കണം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, എനിക്ക് അവനെ നേടണം, അവനെ അറിയണം, അവനിലിരിക്കണം, അവൻ്റെ കഷ്ടാനുഭവങ്ങൾ, അവൻ്റെ പുനരുദ്ധാന ശക്തി എല്ലാം എനിക്ക് അറിയണം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പലരും വിചാരിക്കുന്നത്, ഈ വർഷം എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനോ, ഇയർ പ്ലാനറൊക്കെ ഉണ്ടാക്കി കാണും ചിലപ്പോൾ, അല്ലേ? ഈ വർഷം ചെയ്യാനുള്ള പരിപാടികളൊക്കെ ഉണ്ടാക്കി കാണും. എന്നാൽ അതിനിടയ്ക്ക് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, there are several things that you are doing and you are going to do, but do you have one thing? ഒന്ന് ഞാൻ ചെയ്യുന്നു, ക്രിസ്തു നിമിത്തം, ക്രിസ്തുവാണ് എൻ്റെ ഏക ലക്ഷ്യം എന്ന് പൗലോസ് പറഞ്ഞതുപോലെ. അതുകൊണ്ട് ഈ വർഷത്തെ സന്ദേശം എന്താണ്? ഒന്ന് ഞാൻ ചെയ്യുന്നു, ദിസ് വൺ തിങ് ഐ ഡു. അങ്ങനെ ഒന്ന് എന്ന് പറയുന്നത് എനിക്കുണ്ടോ? എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, എൻ്റെ ജീവിതം കൊണ്ട് ക്രിസ്തു മഹിമപ്പെടുകയുള്ളൂ. എനിക്ക് അവൻ്റെ കൂടെ ഇരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് അവനെ പിടിക്കണം. അത് ഈ വർഷം മാത്രമല്ല കേട്ടോ, ഈ ഒരു വർഷം മാത്രമേ ഈ ഒരു ശ്രമം നടത്തണമെന്നല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്. നമ്മുടെ ജീവിതം മുഴുവൻ ഈ തരത്തിൽ ആകട്ടെ. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിന്, അവനിൽ ഇരിക്കേണ്ടതിന്, അവനെ അറിയേണ്ടതിന്, അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെയും പുനരുദ്ധാനത്തിൻ്റെയും ശക്തി അനുഭവിച്ചറിയേണ്ടതിന്, അവൻ എന്നെ പിടിച്ചതുകൊണ്ട് എനിക്ക് അത് പിടിക്കാമോ എന്ന് വെച്ച് ആ പരമവിളുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. ദിസ് ഈസ് ദ വൺ തിങ്. ഈ ഒരൊറ്റ കാര്യത്തിനായിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. ഒന്ന് ഞാൻ ചെയ്യുന്നു. നാം ഓരോരുത്തരും എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് പരിശോധിക്കുകയും നമ്മുടെ ലക്ഷ്യങ്ങൾ പുനർനിർണ്ണയിക്കണമെങ്കിൽ യേശുക്രിസ്തുവാണ് എൻ്റെ ലക്ഷ്യം. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുന്നവനുമായ യേശുവിനെ നോക്കിക്കൊണ്ട് നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുവാനായിട്ട്, അവനെ ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുവാനായിട്ട് ഈ വർഷം എല്ലാവർക്കും ധാരാളമായിട്ടുള്ള കൃപ ദൈവം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം കേട്ട എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി ആത്മീയ സന്തോഷവും ഐശ്വര്യവും ആത്മീയ അഭിവൃദ്ധിയും നിറഞ്ഞ പുതുവത്സരം 2024 ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. എന്നെ കേട്ട എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു.